പ്രൈസ് ഗാഡ്. ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ദേവദാസിക്കും കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇപ്പൊ ഞാൻ അറിയാനിടയായി 21ാമത്തെ ഫാസ്റ്റിംഗ് ഡേ ആണ് അല്ലെ ഇന്ന്? നാളെ മുതൽ തുടങ്ങുക. നാളെ മുതൽ ഓക്കെ 21 പ്രയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദൈവം വലിയ അത്ഭുതം നമ്മുടെ നടുവിൽ ചെയ്യും. കർത്താവ് അത്യന്തമായ കാര്യങ്ങൾ, ഇമാജിൻ ചെയ്യാത്ത കാര്യങ്ങൾ, ചിന്തിക്കുകയും നനയ്ക്കുകയും ചെയ്യാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ മധ്യേ ചെയ്യും. നമ്മൾ കർത്താവിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ആ വിശ്വാസത്തോടു കൂടി വേണം വരാൻ, അല്ലെ? ഇവിടെ കൂടി വന്ന എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. എനിക്ക് ആരെയും പരിചയമില്ല, പക്ഷേ യേശു എന്ന ഒരു നാമം പരിചയമുള്ളത് കൊണ്ട് ഭൂമിയുടെ പല അറ്റത്തിരിക്കുന്ന പലരെയും എനിക്ക് സ്നേഹിക്കാനും എൻ്റെ സ്വന്തം പോലെ കരുതുവാനും ഒക്കെ ദൈവം ഭാഗ്യം ചെയ്തു, അല്ലെ? ക്രിസ്തു എന്ന ഒരു നാമമായി ഇതിനൊക്കെ കാരണം. ഇന്നൊത്തിരി പേർക്ക് ജീവിതത്തിൽ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ എത്രയോ പേരുണ്ട്, തള്ളപ്പെട്ട് ജീവിക്കുന്നവർ എത്രയോ പേരുണ്ട്. പക്ഷെ യേശു എന്ന നാമത്തിനടുത്തേക്ക് വന്ന അവർക്ക് ഒരുപാട് പേരുണ്ടാവും. അവരെത്ര സമൂഹത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിലും, എത്ര ആൾക്കാര് പരിഹസിക്കുന്ന വ്യക്തിയാണെങ്കിലും, ആരുമില്ലാത്തവരാണെങ്കിലും, സമ്പത്ത് നഷ്ടപ്പെട്ടവരാണെങ്കിലും, പക്ഷെ യേശു എന്ന നാമം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. അവർക്ക് എന്തുണ്ട്? ഒത്തിരി പേരുണ്ട്. അവർക്ക് അമ്മയെ പോലെ സ്നേഹിക്കാൻ ആളുണ്ട്, അപ്പനെ പോലെ സ്നേഹിക്കാൻ ആളുണ്ട്, സഹോദരൻ സഹോദരിമാരെ പോലെ കൂടെയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റിലുണ്ട്. എന്തോ കാരണം? കർത്താവ് എന്നൊരു പേര് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട്. ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങളെ സഭയിലൊക്കെ പലരും കയറി വരുന്നത്, പലരും തകർന്ന് ആരുമില്ലാതെ ഒരു നല്ല വാക്ക് പറയുവാനോ സ്നേഹിക്കുവാനോ ഒരു ആശ്വാസ വാക്ക് കിട്ടുവാനോ ഈ ഭൂമിയിൽ അവർക്ക് ആരുമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അവർ യേശു എന്ന നാമത്തില് ഒരാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കുണ്ടാവുന്ന അവർക്ക് അപ്പനാണ്, അമ്മയാണ് കിട്ടുന്നത്, അവർക്ക് സഹോദരിയാണ് കിട്ടുന്നത്, നല്ലൊരു സുഹൃത്തിനെയാണ് കിട്ടുന്നത്, ഒരു സഹോദരനെയാണ് കിട്ടുന്നത്. ഈ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്കാണ് അവരോരോരുത്തരും കടന്നു വരുന്നത്. എത്ര ഭാഗ്യമുള്ള പൊസിഷനിലാണ് നമ്മളായിരിക്കുന്നത്. ഇത് ഈ ലോകത്തിലെ മനുഷ്യർക്ക് കിട്ടുമോ? ഇല്ല. നമുക്കറിയാം, കർത്താവിൽ വിശ്വസിക്കാത്ത ഒത്തിരി പേര് നമ്മുടെ ചുറ്റിലുമുണ്ട്, അല്ലെ? അവർക്കൊക്കെ ഇത് ആഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല. അവരാഗ്രഹിച്ചാലും അവർക്ക് ഇതൊന്നും കിട്ടത്തില്ല, അല്ലെ? അവർ കയറിയാൽ അവർ ഓഫീസിൽ 10 പേരുണ്ടാവും, അല്ലെ? പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു 15 പേരുണ്ടാവും, അല്ലെങ്കിൽ അയൽവക്കക്കാരൊരു 10-20 പേരുണ്ടാവും. മാക്സിമം പറയുന്നത് ഇതൊക്കെ. ബന്ധുക്കളിൽ ഏറ്റവും നല്ലോണം സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ടാവും. എങ്കിലും അവരൊന്നും ആശ്വസിപ്പിക്കാനോ സഹായിക്കാനോ സ്വാന്തനിപ്പിക്കാനോ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കർത്താവ് ഒരുവനിൽ ഉണ്ടെങ്കിൽ ദൈവം പറയാ, നിങ്ങൾക്ക് അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും എല്ലാം നിങ്ങൾക്ക് 100 ഇരട്ടിയായി ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പൊ നമ്മുടെ വചനം എത്ര സത്യമാല്ലേ? വേദനിക്കുന്നവർക്കും ഒറ്റപ്പെട്ടിരിക്കുന്നവർക്കും അറിയാം, കർത്താവ് തിരിച്ചു കൊടുത്ത അപ്പൻ എത്ര പേരുണ്ട്, അമ്മ എത്ര പേരുണ്ട്, സഹോദരന്മാർ എത്ര പേരുണ്ട്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 21 ഡേയ്സ് അല്ലെ ഫാസ്റ്റിങ്ങിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ വ്യക്തമായ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ പ്രയറിലേക്ക് കയറി വരാൻ, പ്രയറിനകത്തേക്ക് നമ്മൾ കയറാൻ. ഓരോ ദിവസത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവരണം. ഞാൻ വിചാരിച്ച ടോപ്പിക് അല്ല, പക്ഷെ കർത്താവിനെ അത് ചിന്തിപ്പിക്കാൻ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച ടോപ്പിക് അല്ല, പക്ഷെ എങ്കിലും ഞാനൊരു വേർഡ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ഓരോ ദിവസവും കർത്താവ് ഉണ്ടാക്കിയതാണ് നമുക്ക് വേണ്ടിയിട്ട്, അല്ലെ? ഓരോ ദിവസവും ദൈവമാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത്. എന്തിനാ നമുക്ക് വേണ്ടി ഓരോ ദിവസവും ഉണ്ടാക്കിയത് എന്നറിയാമോ? ദൈവം എന്തിനാ നമുക്ക് ഓരോ ദിവസവും തന്നത്? ദൈവത്തിന്റെ വചനം പറയാ, ലോകസ്ഥാപനത്തിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച നന്മയിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടതിന്. നമ്മൾ രാവിലെ എഴുന്നേറ്റു, തത്രപ്പെട്ടു, ബെഡിന്ന് പുതപ്പ് മാറ്റി പുറത്തേക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മളെ മുന്നിൽ എന്തൊക്കെയാ? ഒരുപാട് ചിന്തകളാണ്, അല്ലെ? എങ്ങനെ ഇന്നത്തെ ലോൺ അടയ്ക്കും, എങ്ങനെ ഇന്ന് ഞാൻ ആ വ്യക്തിയോട് മറുപടി പറയും, എൻ്റെ കുഞ്ഞിന്റെ അവസ്ഥ ഇന്ന് എന്തായിരിക്കും, ഇന്ന് കർത്താവ് എൻ്റെ മുന്നിൽ വരുന്ന വേദന എന്താ, ഇന്ന് എൻ്റെ ഭർത്താവ് എന്നെ വഴക്ക് പറയോ, ഇന്ന് കർത്താവെ നമ്മളറിയാം കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നു, ഇന്ന് എൻ്റെ കുഞ്ഞ് എങ്ങനെയായിരിക്കും എന്നോട് പെരുമാറുക, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കും.
അല്ലേ? പല വേദനയിലൂടെയാണ് നമ്മൾ ബെഡിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, വെളിയിലേക്ക് വരുന്നത്. പക്ഷെ കർത്താവ് പറയാ, നിങ്ങൾ ഒരു ദിവസത്തിലേക്ക് ഒരു ഇൻസിഡന്റ്, ഒരു ആക്സിഡന്റലി നമ്മൾ അതിലേക്ക് കയറുന്നതല്ല, പെട്ടെന്ന് നമ്മൾ കയറുന്നതല്ല. ദൈവം പറയാ, ലോകസ്ഥാപനത്തിന് മുന്നേ ഞാൻ മുന്നൊരുക്കിയതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അതുകൊണ്ടാ ദൈവം പറയുന്ന, നാളത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. ആ വചനമൊന്നും ഞാൻ റെഫറൻസ് എടുക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന വചനങ്ങളാണ്, അല്ലെ? എല്ലാവർക്കും അറിയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, വിചാരപ്പെടുകയേ വേണ്ട. പക്ഷെ ഒന്നുണ്ട്, വചനം പറയുന്നു, നാളത്തെ ദിവസം നിങ്ങൾക്കായി വിചാരപ്പെട്ടിരിക്കുക. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് ആ കാര്യം? നാളത്തെ കുറിച്ച് വിചാരപ്പെടരുത്, പക്ഷെ നാളത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെട്ടിരിക്കുക, അസ്വസ്ഥതപ്പെട്ടിരിക്കുക, ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. നാളത്തെ ദിവസം ആർക്ക് വേണ്ടി? നിങ്ങൾ വരുന്നതും വിചാരിച്ചിട്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മൾ വീട്ടിലൊക്കെ ഒരു എന്താ, ഒരു വലിയൊരാള് ഗസ്റ്റിനെ റിസീവ് ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെ? ഒരു വലിയൊരു ഫംഗ്ഷൻ, നമ്മൾ കല്യാണം കഴിഞ്ഞ് അവർക്കറിയാം, നമ്മൾ അവരെ റിസീവ് ചെയ്യാൻ വേണ്ടി നവവധുവിനെ വീട്ടിലേക്ക്, വിവാഹം കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് അവരെ റിസീവ് ചെയ്യുന്നത്, ഞങ്ങളുടെ നാട്ടിൽ പറയും സൽക്കാരം എന്നാ. നമ്മൾ സൽക്കരിക്കാൻ വേണ്ടി വീടൊരുക്കാറുണ്ട്, അല്ലേ? എന്തോ തത്രപ്പെടാം. ഡിസംബർ 5 മോള് ഇങ്ങോട്ടേക്ക് വരുന്നതാ, മോളെ വീട്ടുകാരും ഇങ്ങോട്ടേക്ക് വരുന്നതാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആർക്കാ ടെൻഷൻ? കല്യാണം കഴിച്ച കുട്ടിക്കോ അവിടെ വീട്ടിലുള്ളവർക്കും ടെൻഷൻ ഉണ്ടോ? ഇല്ല. അവരൊരു കാറിൽ അച്ഛനും അമ്മയും എല്ലാരും കൂടി വീട്ടിലേക്ക് വരിക. വീട്ടിലുള്ള അപ്പനും അമ്മയ്ക്കും അവിടെയുള്ള അനിയനും ഏട്ടനും ഒക്കെ ഭയങ്കര വിചാരം, 5-ാം തീയതി. ആ 5-ാം തീയതിക്ക് വേണ്ടതെല്ലാം അവരവിടെ എന്ത് ചെയ്യും? മീൻ ഓർഡർ ചെയ്തു, ഫിഷ് വാങ്ങിച്ചു, ചിക്കൻ വാങ്ങിച്ചു, കറി ഉണ്ടാക്കാൻ ആളെ ഏൽപ്പിച്ചു, ഫുഡ് ഉണ്ടാക്കി, വീട് ഭംഗിയാക്കി വെച്ചു, അല്ലെ? എന്തുകൊണ്ടാ? അവര് വീട്ടിലേക്ക് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസം വെപ്രാളപ്പെട്ട് ഇരിക്കുക, ആ ദിവസം ഒരുക്കിയിരിക്കുക, തത്രപ്പെട്ടും വിചാരപ്പെട്ടും ഒരുപാട് പ്ലാൻ ചെയ്ത് ആ ദിവസം ഇരിക്കുക. അതിന്റെ ദിവസത്തിന്റെ ഉടയവനായ നമ്മളല്ലേ ആ ദിവസം പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ആ വരുന്നവർക്ക് എന്തെങ്കിലും ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവരെന്ത് ചെയ്യുന്നു? സന്തോഷത്തോടെ കയറി വരുന്നു, ഒരുക്കി വെച്ച വിഭവങ്ങളെ ഭക്ഷിച്ചിട്ട് അവർ തൃപ്തിപ്പെട്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് എന്ത് ചെയ്യുന്നു? വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നു. ഇതുപോലെയാ നമ്മുടെ ഓരോ ദിവസവും. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ദിവസമാ നമ്മളെ കുറിച്ച് വിചാരപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ലോകസ്ഥാപനത്തിന് മുന്നേ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു നന്മയുമായി, അത് ഏഞ്ചൽസും ദൂതന്മാരും മാലാഖമാരും അതിനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി തത്രപ്പെട്ട് വിചാരപ്പെട്ട് ഞാൻ അതിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാ? കാത്തിരിക്കുക, ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഒരുക്കി കാത്തിരിക്കുന്നു, ഒരുക്കി കാത്തിരിക്കുന്നു. ഒരു യഹോവയാ പ്രവേശിക്കുന്ന, എന്താ പറയാ, ഞാൻ ആ വചനം കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുക. ഈ ആലയത്തിന്റെ മഹത്വം, സങ്കീർത്തനം റബശിഖിരി ഖലബല ബലബല, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുന്നു, അല്ലെ? അങ്ങനെ ഒരു വേർഡ് ഇല്ലേ? മഹത്വത്തിന്റെ രാജാവ് ആര്? സൈന്യ സമേതനായ യഹോവ, വാതിലുകളെ ഉയർന്നിരിപ്പിൻ എന്നൊരു വചനമുണ്ട്. പെട്ടെന്ന് എനിക്ക് മൈൻഡിൽ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ ആ വചനം എടുത്തു തരാം. റമനാശിഖിരി ഖലബല ബലബല. എടുക്കാം. സങ്കീർത്തനം 24-ന്റെ 6. ഞാൻ ഈ വേർഡേ അല്ല ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്തത്, എങ്കിലും കർത്താവ് ഓർമ്മിപ്പിച്ചത് കൊണ്ട്. റമനാശിഖിരി, സങ്കീർത്തനം 24-ന്റെ 6. റബശിഖിരി ഖലബല ബലബല. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. റബശിഖിരി ഖലബല ബലബല. കിട്ടിയോ? ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. അതിന്റെ 7. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. പ്രൈസ് ഗോഡ്. ഇവിടെ ഏതു വാതിലിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ.
മഹത്വത്തിന്റെ രാജാവ് ആർ? മഹത്വത്തിന്റെ സൈന്യ വീരനായ യുദ്ധസമേതനായ യഹോവ തന്നെ, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. അതുകൊണ്ട് വാതിലുകളെ ഉയർന്നിരിപ്പിൻ. ഏതോ വാതില്? പണ്ടേയുള്ള വാതില്. ഏതാണ് ആ പണ്ടേയുള്ള വാതില്? അല്ലെ? ഒരു വാതില്, ഒരു എന്താ പറയാ, നമുക്കറിയാം പാലസിന്റെ ഒരു വാതിലാന്ന് വെച്ചാൽ കുറച്ച് പണ്ടേയുള്ള വാതിലാന്ന് പറയാം. പക്ഷെ വചനം പറയുന്നു പണ്ടേയുള്ള വാതിലുകൾ. ദിസ് ഈസ് റമന ഷിഖിരിരി ഖലബല ബല ബല. പണ്ടേയുള്ള വാതിലുകൾ ഏതാ? പണ്ടേയുള്ള വാതിലുകൾ ഒന്നാം ദിവസം ഒരു വാതില. ദൈവം ഉണ്ടാക്കിയ ഫസ്റ്റ് ഡേ ഈസ് ദ ഫസ്റ്റ് ഡോർ. അന്നാണ് ഭൂമിയിലേക്ക് പലത് പ്രവേശിച്ചത്. സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് സെക്കൻഡ് ഡോർ ആയിരുന്നു. അന്നാ ഭൂമിയിലേക്ക് ദൈവം ചിലതിനെ പ്രവേശിപ്പിച്ചത്. തേർഡ് ഡേ എന്ന് പറയുന്നത് മൂന്നാമത്തെ വാതിലായിരുന്നു. അതിലേക്ക് അടുത്ത സാധനത്തെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. അങ്ങനെ ഓരോ ദിവസവും എനിക്ക് കർത്താവ് തന്നതാണ്, എന്നെ പഠിപ്പിച്ചതാ. നമ്മുടെ ഓരോ ദിവസവും ഓരോ വാതിലുകളാ. ആ പണ്ടേയുള്ള വാതിലുകളാ ഇത്. ആ പണ്ടേയുള്ള വാതിലുകൾ ഉയർന്നിരിപ്പാൻ ദൈവം പറയാ. എന്തിനാ ഉയർന്നിരിക്കേണ്ടത്? മഹത്വത്തിന്റെ രാജാവ്, യുദ്ധവീരനായ ദൈവം അതിന്റെ ശക്തിയോടെ, സൈന്യ ഫലത്തോടെ ആ ദിവസത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്ന തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ആരാ അന്വേഷിക്കുന്നത്? ആ മഹത്വത്തിലേക്ക് രാജാവ് പ്രവേശിക്കത്തക്കവണ്ണം അവരുടെ ദൈവത്തെ മഹത്വീകരിക്കുന്ന തലമുറയാ യാക്കോബിന്റെ തലമുറ എന്ന് പറയുന്നത്. മഹത്വത്തിന്റെ അല്ലേ? പണ്ടത്തെ കാലത്ത് നമുക്കറിയാം പല കാര്യങ്ങളിലും അവര് യുദ്ധത്തിലും ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരെല്ലാവരും യഹോവയെ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും യഹോവയുടെ മഹത്വം അല്ലെ? ഓരോ ദിവസം ഇന്ന് യഹോവ നമുക്ക് വേണ്ടി വലിയത് ചെയ്യും, ഇന്ന് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയത് ചെയ്യും, ഇന്ന് എൻ്റെ ദൈവം യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ ജയിപ്പിക്കും, ഇന്ന് എൻ്റെ ദൈവം ശത്രുക്കളെ എൻ്റെ മുന്നിൽ നിന്ന് ഇല്ലായ്മ ചെയ്യും. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു തലമുറയായിരുന്നു പണ്ട്. അവർ ആ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കേണ്ടിയിട്ട് ഓരോ ദിവസവും വാതിലുകളിൽ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കേണ്ട ഓരോ ദിവസവും ഒരു വാതില് പോലെ അവർ കാത്തിരിക്കുക. ഇവിടെ ദൈവം പറയാ കാത്തിരിക്കുക, മഹത്വം അവർക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദിവസം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായതല്ല, രാജാവ് പ്രവേശിക്കുന്ന ദിവസമാണ് നമ്മുടെ ദിവസം. ഓരോ പ്രഭാതവും രാജാവ് പ്രവേശിക്കുന്ന ദിവസമാ. ലോകസ്ഥാപനത്തിന് മുന്നേ ദൈവം നമുക്ക് മുന്നൊരുക്കിയ നന്മയിലേക്കാ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും പ്രവേശിക്കുന്നത്. താങ്ക് യു ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ വിഷയത്തിന്റെ എല്ലാ പരിഹാരവും ഒരുക്കി വെച്ച ഒരു ദിവസത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് ഒരു വ്യക്തി രാവിലെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം എത്ര സന്തോഷമായിരിക്കും അല്ലെ? നമുക്കത് വിചാരിക്കാനുള്ള മനസ്സൊരുക്കമില്ല, നമുക്കത് വിചാരിക്കാനുള്ള ഹൃദയമില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിലും കൂടുതൽ എന്താ പറയാ, ആ കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? അതിലും അധികമായി ഇതെങ്ങനെ ചെയ്തു തീർക്കുന്നുള്ള വിചാരമാ ദൈവം നമുക്കുള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ ദൈവം പറയാ, നീ എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. നീ എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. ഹഗായിയുടെ പുസ്തകം 2:9 ഒന്ന് വായിക്കാമോ? റമന ശിഖര് ഹാഗായി ആരെങ്കിലും പെട്ടെന്നൊന്ന് വായിച്ച് സഹായിക്കണേ. 2:9. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലിയതായിരിക്കും. നിന്റെ ശരീരത്തിന്റെ ഗ്ലോറി, ഈ ആലയത്തിന്റെ മഹത്വം, അത് മരിച്ചിട്ടൊന്നും അല്ല കേട്ടോ, തേജസ്വീകരണത്തിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മഹത്വം, ഈ ആലയത്തിന്റെ മഹത്വം, പിന്നത്തെ മഹത്വം ആദ്യമുള്ളതിനേക്കാൾ വലിയതായിരിക്കും. ഇതാ ദൈവം നമുക്ക് ചെയ്ത പ്രോമിസ്. ഏതാണ് ഈ ആലയം? ഏതാണ് ഈ ആലയം? റമന ഷിഖിരി ഖലബല ബലബല. ഏതാണ് ഈ ആലയം? 1 കൊരിന്ത്യൻ 3:16 ഒന്ന് എടുത്ത് വായിക്കാമോ? 1 കൊരിന്ത്യൻ 3:16, 3:16. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ മന്ദിരമെന്നും
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആ മന്ദിരം എന്ന് പറയുന്നത് ആരാ? നമ്മളല്ലേ? നമ്മൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് എന്താ എന്റെ ഈ ആലയത്തിന്റെ മഹത്വം, എന്റെ മന്ദിരത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആലയം എന്ന് വെച്ചാൽ എന്താ? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന സ്ഥലമാ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ഗോഡ്. ഹഗായിയുടെ 2:9 പറയും, ഈ ആലയത്തിന്റെ മഹത്വം എല്ലാ സമയത്തും മുൻപത്തേതിലും പിന്നെ ഡേ കഴിയുമ്പോ എന്ത് ചെയ്യും? ഈ വർദ്ധിച്ചു 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 വന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞാട്ടെ, എല്ലാവരും കൈപൊക്കി പറഞ്ഞാട്ടെ, എന്റെ ഈ ആലയത്തിന്റെ മഹത്വം ഓരോ ദിവസം കഴിയുമ്പോഴും വാർദ്ധക്യത്തോട് അടുക്കും തോറും എന്റെ മഹത്വം വർദ്ധിക്കും 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 വർദ്ധിക്കും. എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം പറയാനിടയായി. അവര് എന്താ പറയാ, നമ്മൾ വിചാരിക്കൂലേ, കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞ് എന്താ മക്കളൊക്കെ വലുതായി കുഞ്ഞുങ്ങളെ വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? എന്റെ ആലയത്തിന്റെ എല്ലാ മഹത്വവും തീർന്നു, ഇനി എന്ത് ചെയ്യാ? സ്വസ്ഥമായിരിക്കാണ്. പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേന്റെ ജീവിതത്തിൽ കാണാനിടയായത്, അവരെ ചെറിയ കാലം കഴിഞ്ഞു, അവരെ ഹണിമൂൺ കഴിഞ്ഞു, അവരെ എന്താ പറയാ ആ ചെറിയ യൗവനകാലം കഴിഞ്ഞു, കുഞ്ഞുങ്ങളെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് മക്കളായി. പക്ഷെ എൻ്റെ അമ്മ പറയാ, ഇന്നാ ഞാൻ യഥാർത്ഥമായി സന്തോഷിക്കുന്നത് ക്രിസ്തു എന്ന നാമം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്. ഡേ ബൈ ഡേ ഞങ്ങളെ തേജസ് വർദ്ധിക്കുന്നതായിട്ട്, ഇതുവരെ വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷം വരെ ഉണ്ടായതിലും അധികമായ സന്തോഷവും ആനന്ദവും ഞങ്ങൾ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്നു, ജീവിത സാഹചര്യത്തിൽ അനുഭവിക്കുന്നു. എന്ന് ജീവിതത്തിന്റെ ചുറ്റുപാട് മാറിയത് കൊണ്ടല്ല. ദൈവം പറയും, ഈ മഹത്വത്തിന്റെ, ഈ ആലയത്തിന്റെ മഹത്വം പിന്നെ പിന്നെ വർദ്ധിച്ചു വരും. ഇന്ന് ഞങ്ങൾ ചോദിച്ചില്ല, ഇന്നൊരു ബാപ്റ്റിസം കഴിഞ്ഞായിരുന്നു. ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള അവരെ കുഞ്ഞുങ്ങളെയൊക്കെ വിവാഹം കഴിഞ്ഞു, ഭയങ്കര ഇനി സന്തോഷിക്കാനോ ഇനിയൊരു മഹത്വം അവരെങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഞാൻ പറഞ്ഞു, ഇവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇപ്പൊ പണ്ട് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനമായി ഏറ്റവും മനോഹരം, അല്ലെ? മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെയാ. എല്ലാവരുടെയും വിചാര കുട്ടിക്കാലം, കോളേജിൽ പഠിക്കുന്ന കാലം, യൗവനം, ഇതൊക്കെയാ നല്ലതെന്ന. പക്ഷെ ഞാൻ ഇന്ന് നോക്കി പ്രവചിക്കുക, നമ്മുടെ മഹത്വം ഇറങ്ങി വരുന്നത് നമ്മുടെ വാർദ്ധക്യത്തോട് നമ്മൾ അടുക്കുമ്പോഴാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഒന്നാമത്തെ ദിവസമല്ല, വചനം പറഞ്ഞിരിക്കുക, ഹഗായി പ്രവചന പുസ്തകം 2:9 പറയാ, ആലയത്തിന്റെ മഹത്വം ഡേ ബൈ ഡേ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ വാർദ്ധക്യത്തിലോട് അടുക്കുമ്പോ നമ്മളെ ടീനേജിലുള്ള മഹത്വമാണോ നമുക്ക് കാണാം? കാരണം അല്ല, ഡേ ബൈ ഡേ അതിന്റെ മഹത്വം എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്, വർദ്ധിച്ചു 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 വരുന്നുണ്ട്. അബ്രഹാം ഒക്കെ ഏറ്റവും മഹത്വത്തിൽ നിന്ന് ഏറ്റവും പ്രായമായ സമയത്ത്, അല്ലെ? നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഓരോരുത്തരും പഴയ നിയമ പുസ്തകത്തിൽ എടുത്തു നോക്കിയാൽ അവരെ തേജസ്, അവരെ ആദ്യത്തെ കുറെ വർഷങ്ങളൊന്നും നമുക്ക് കാണാനേ സാധിക്കത്തില്ല. ഒരു 40, 60, 70 ഒക്കെ കഴിയുമ്പോഴേ അവരെ ദൈവപ്രവൃത്തി പോലെ അവരിൽ ആരംഭിക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ കർത്താവിനെ നോക്കിയേ, കർത്താവ് മഹത്വം മുഴുവൻ ചെയ്ത ആദ്യത്തെ ദിവസങ്ങളിലായിരുന്നോ? എല്ലാ അവസാന ദിവസങ്ങളിലാ എന്റെ യേശുവിന്റെ ആലയത്തിന്റെ മഹത്വം വെളിപ്പെട്ടത്. അങ്ങനെയെങ്കിൽ പറ, എന്റെ ദിവസം ഓരോ ദിവസം കഴിയുമ്പോഴാ, പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ട്, ഞാൻ പ്രവചിക്കുക, ഡേ ബൈ ഡേ കഴിയും തോറും എന്റെ ഈ ആലയത്തിന്റെ മഹത്വം വർദ്ധിച്ചു 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 വരും, വർദ്ധിച്ചു 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 വരും. ഇന്ന് വിവാഹം കഴിഞ്ഞ് എന്താ പറയാ, കല്യാണം എന്താ പറയാ, ആ യൗവന കാലം മുഴുവൻ വേദനിച്ചിരിക്കുന്ന ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഞാൻ പറയാ, യുവർ ഗ്ലോറി ഈസ് കമ്മിങ് ഡേ ബൈ ഡേ. വിധവയായിരിക്കുന്നവരോട് ഞാൻ പറയാ, യുവർ ഗ്ലോറി ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. എന്താ യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായത്തിൽ പറയുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവയാകുന്നു, യഹോവ ഞാനാകുന്നു. അതിനകത്ത് കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? യെശയ്യാ പ്രവചന പുസ്തകം 54-ന്റെ തുടക്കം ഒന്ന് വായിക്കാമോ? ദൈവം പെട്ടെന്ന്, ഞാൻ പ്രിപ്പയർ ചെയ്തതല്ലാത്ത വേർഡുകൾ ഇങ്ങനെ ദൈവം റിലീസ് ചെയ്യുന്നു. റമനശികിരി ഖലമന. മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. പിന്നെ അതിന്റെ അടുത്ത വേർഡും കൂടി വായിച്ചോ.
നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർത്തട്ടെ. തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക. നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നമ്മുടെ ദൈവ ആലോചനയില്ലാത്ത ദൈവമാണോ? അതിൻ്റെ അകത്ത് പറഞ്ഞത് എന്താ? പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിച്ചുല്ലസിക്കാന്ന്. ഒരു പ്രസവിക്കാത്ത മച്ചിയായവൾക്ക് എന്ത് പ്രത്യാശയുള്ളത്? അവൾക്ക് കുഞ്ഞുങ്ങളും ഇല്ല, അവൾക്ക് നാളെ പറ്റി ചിന്തിക്കാനില്ല, അവൾക്ക് ഇനി എന്ത് ചെയ്യണ്ട, സമ്പത്ത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലേ, ഒരാൾക്ക് ജീവിക്കേണ്ടത് മതിയല്ലോ. ഒരാൾക്ക് വേണ്ടത് മതി, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനില്ല. എന്നാ കർത്താവ് പറയാ, പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിച്ചുല്ലസിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ ആനന്ദിക്കുക. അതിന്റെ രണ്ടാമത്തെ വേർഡ് ഒന്ന് വായിച്ച സിസ്റ്ററെ. താങ്ക് യു ലോർഡ്. നോവ് കിട്ടിയിട്ടില്ലാത്തവളെ ആനന്ദിക്കുക. മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നോവ് കിട്ടിയിട്ടില്ലാത്തവളോട് ആനന്ദിക്കാൻ പറയുക. അതെന്തുകൊണ്ടാണെന്നറിയാവോ? മനുഷ്യനെ ഇപ്പൊ എന്നെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ എന്റെ മഹത്വം, എന്റെ ആലയം എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക, അല്ലെ? എന്റെ ആലയം എന്ന് പറയുന്നത്, എന്റെ മന്ദിരം എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക. ദൈവം ഈ മന്ദിരത്തിന്റെ മഹത്വം ഡേ ബൈ ഡേ വർദ്ധിപ്പിക്കാനിരിക്കുക. അതുകൊണ്ട് എന്റെ ആലയത്തിന്റെ മഹത്വമാ ദൈവം വർദ്ധിപ്പിക്കുന്നത്. അത് ആ ഒരു വചനത്തിലൂടെ പറയുന്നത്. ഏത് സാഹചര്യമാണെങ്കിലും ഒരു കുഞ്ഞുങ്ങളില്ലാത്തവളെ ആലയത്തിന് എന്തോ മഹത്വം എന്ന് മനുഷ്യൻ സാധാരണഗതിയിൽ പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ അവിടെ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിട്ട് പ്രവാചക പുസ്തകത്തിൽ യശയ്യാ പ്രവാചകന് എല്ലാ ജനറേഷനോടുമായി ഇത് പ്രവചിച്ചത്. നോവ് കിട്ടിയിട്ടില്ലാത്തവളെ ആനന്ദിക്കുക, കുഞ്ഞുങ്ങളില്ലാത്തവളെ ആനന്ദിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞെങ്കിൽ ആ പ്രവാചക ശബ്ദത്തിലൂടെ ദൈവം നമുക്ക് വേണ്ടി അരുളി ചെയ്യുന്ന വലിയൊരു കാര്യമുണ്ട്. ഒരു തേജസ് നമ്മളെ മുന്നിൽ വെളിപ്പെടാനുണ്ട്. വിശ്വസിക്കുക, പ്രവചനത്തെ വിശ്വസിക്കുക. ദൈവം ഒന്നുമില്ലാതെ വെറുതെ നമ്മളെ മുന്നിൽ എന്ത് ചെയ്യത്തില്ല, വെറും വാക്ക് പറയത്തില്ല. അവന് ചുമ്മാ നമ്മളോട് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യത്തില്ല, പ്രോമിസസ് തരത്തില്ല. കർത്താവ് പറയാ, പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയ ആർത്ത് ആഘോഷിക്കുക. എന്നിട്ട് രണ്ടാമത് പറയണേ, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ പറയുന്നു. ഒറ്റയ്ക്കുള്ള ഏകാകിനിയുടെ മക്കൾ, അല്ലെ? കുഞ്ഞുങ്ങളെ വളർത്തുന്ന സ്ത്രീകൾക്കറിയാം, അപ്പനില്ലേ ഭയങ്കര കഷ്ടമാ, അല്ലെ? അവർക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ, പ്രത്യേകിച്ച് ആൺപിള്ളേരും കൂടിയാണെങ്കിൽ അപ്പനില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ വളർത്താൻ, അല്ലെ? അപ്പൊ എങ്ങനെ ഞാൻ എന്ത് ചെയ്യും? ഈ കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യും. ആരും ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കാനില്ലല്ലോ, ആരും ഈ കുഞ്ഞുങ്ങളെ വഴി നടത്താനില്ലല്ലോ. ഒരു ഭയങ്കര വേദനയാ ഒറ്റയ്ക്കായിരിക്കുന്ന മാതാവിനെ ഒരു മക്കളെ വളർത്തിയെടുക്കാന്. എന്നാ ദൈവം പറയാണേ, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ള മക്കളെക്കാൾ അധികമെന്ന് ഞാൻ പറയുന്നു. ഭർത്താവുള്ള വ്യക്തികളുടെ മക്കൾ, ഭർത്താവുള്ള സ്ത്രീകളുടെ മക്കൾ എങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരുന്നോ അതിലും അധികമായി യഹോവ ഒരുവക്ക് ഉണ്ടെങ്കിൽ, ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവളുടെ മക്കൾ അങ്ങനെയായിരിക്കും. ഭർത്താവ് ഉണ്ടായിരുന്നിട്ടോ അപ്പൻ ഉണ്ടായിരുന്നിട്ടോ അവിടെ സാധിക്കാത്തത് കർത്താവ് ഒരുവന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഏകാകിനിയുടെ മക്കളെ ദൈവം ഭർത്താവുള്ള മക്കളെക്കാൾ അധികമായി എൻ്റെ ദൈവം കരുതുമെന്ന് വചനം പറയാ. അതുകൊണ്ട് അവൾക്ക് ഏകാകിനിയല്ലേ, കുഞ്ഞുങ്ങൾ പഠിച്ച് എങ്ങനെയും പോയി, കുഞ്ഞില്ലാത്തവളല്ലേ, എങ്ങനെയാ എനിക്ക് എന്ത് നാളാന്ന് ചിന്തിക്കാനല്ല വചനം പറയുന്നത്. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക കേട്ടോ. ഒരാൾക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ എങ്കിൽ മാക്സിമം 2 ബെഡ്റൂം മതി എന്നാ വിചാരിക്കുക, അല്ലെ 3 ബെഡ്റൂം, അല്ലെ? അപ്പൊ 2 കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കുക, അയ്യോ ഒരു 4 ബെഡ്റൂം എങ്കിലും മിനിമം വേണം. 3 കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിലോ ഒരു 2 ബെഡ്റൂമും മേലെ ഒരു 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ നല്ലായിരുന്നു, എല്ലാ കുഞ്ഞുങ്ങളും കൂടി വന്നാലോ, അല്ലെ? അപ്പൊ മക്കൾ കൂടുന്നതിനനുസരിച്ച് കൂടാരം എന്ത് ചെയ്യും? വിശാലമാക്കും, അല്ലെ? ഞങ്ങള് ഒരു പാസ്റ്റർ പറയുന്ന കേട്ടിന്, നിങ്ങൾക്ക് 1 മക്കളാ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അത്ര പ്രോസ്പെരിറ്റി ഉള്ളൂ. 2 മക്കളുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് തരും. ഇനി 5ഉം 6ഉം മക്കളുണ്ടെങ്കിലേ 5 റൂമുള്ള വീടിന് കുറച്ച് അവന് കൊടുക്കത്തില്ല. 1 മക്കളുള്ള ആക്ക് 2 റൂമേ വേണ്ടു, 2 മക്കളുള്ള ആക്ക് 3 റൂമേ വേണ്ടു. 5 മക്കളുണ്ടെ മിനിമം 6 റൂമുള്ള വീട് ഉണ്ടാക്കാനായിരിക്കും അവന്റെ ആഗ്രഹം. എന്റെ മക്കൾ എല്ലാവരും കൂടി കടന്നു വന്ന് അവരെവിടെ കിടക്കും? 2 റൂമും
5 6 മക്കളും വിവാഹം കഴിച്ച് അവരെല്ലാരും കൂടി വന്നു കഴിഞ്ഞാൽ എവിടെ കിടക്കും? അപ്പൊ കണ്ടില്ലേ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ദൈവം നമുക്ക് തരുമ്പോ അതിന്റെ കൂടെ അതിനുള്ള പ്രൊവിഷൻസ് റിലീസ് ആക്കും. അതുകൊണ്ട് നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവൻ നിവർത്തിക്കട്ടെ, തടുത്ത് കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, കുറ്റികളെ ഉറപ്പിക്കുക, ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും, ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ നാണിച്ചു പോകത്തില്ല, നീ ലജ്ജിച്ചു പോകത്തില്ല. നിന്റെ യൗവനത്തിന്റെ ലജ്ജ നീ മറക്കും, നിന്റെ വൈദ്യവ്യത്തിന്റെ നിന്ദ ഇനി ഓർക്കയില്ല. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനും വീണ്ടെടുപ്പുകാരനും സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. എല്ലാവരും ഒന്ന് പറഞ്ഞു, അല്പനേരത്തേക്ക് മാത്രം എൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടമുണ്ടെങ്കിലും മഹാകരുണയോടെ എൻ്റെ ദൈവം എന്നെ ചേർത്തുകൊള്ളും. അതുകൊണ്ട് എൻ്റെ ആലയത്തിന്റെ മഹത്വം ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യാൻ പോവാ. 21ാമത്തെ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഓരോ ആലയത്തിന്റെ മഹത്വവും, എത്ര ആലയമുണ്ട് ഇതിനകത്ത്, റമനഷികിരി കലബല ബലബല റിരര കലബല ബലബല ശകര 73 ആലയമുണ്ട് ഇതിനകത്ത്. 73 ആലയത്തിനകത്ത് 73 അല്ല, ഞാൻ വിശ്വസിക്കുന്ന *2 അല്ലെ *4 ഉണ്ട്. ആ എല്ലാ ആലയത്തിന്റെ മഹത്വവും ഇന്ന് ഡേ ബൈ ഡേ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നാളത്തെ കുറിച്ച് ഇനി ആരും വിചാരപ്പെടരുത്. കർത്താവിന്റെ പ്ലാൻ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ദൈവത്തിന്റെ പദ്ധതി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയേ അല്ല. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, യെശയ്യാ പ്രവചന പുസ്തകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് സംഭവിക്കും. എൻ്റെ യേശു ഭൂമിയിൽ വന്നപ്പോഴല്ലേ ആദ്യം മറിച്ചു നോക്കിയത് യെശയ്യാവിന്റെ പുസ്തകമാ. എന്തിനാ മറിച്ചു നോക്കിയത്? ഇതിൽ എന്നെ കുറിച്ച് എഴുതിയ ഭാഗം ഏത് എന്ന് എന്ത് ചെയ്തു? എടുത്തു വായിച്ചു നോക്കി. എന്നെ കുറിച്ച് എഴുതിയ ഭാഗം ഏത് എന്ന്. ഈ പ്രവചനമൊക്കെ നമ്മളെ കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് വേണ്ടിയല്ലേ ക്രിസ്തു ഇന്ന് മരിച്ചത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടിയാണ് മരിച്ചതെങ്കിൽ ഈ പുസ്തകത്തിലെല്ലാം നമ്മളെ കുറിച്ചുള്ള പ്രവചനമല്ലേ? യേശു സാക്ഷാൽ ദൈവമായ അവൻ പോലും ഭൂമിയിൽ വന്നപ്പോ പ്രവാചക പുസ്തകങ്ങൾ മറിച്ചു നോക്കി, ഞാൻ എവിടെയാ ഇതില്, ഞാൻ എവിടെയാ, എന്നെ കുറിച്ച് എവിടെയാ ഇരിക്കുന്നത്? അതുകൊണ്ട് പ്രവചനത്തിലുള്ള വാക്കുകളെ, ഈ പ്രവാചക പുസ്തകത്തിലുള്ള വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കരുത്. അതിനെ റിസീവ് ചെയ്യണം. അത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. റമനഷികിരി സദൃശ്യവാക്യം 10:22 അല്ലായിരുന്നോ? ഒന്ന് വായിച്ചു നോക്കിയേ. അതിൽ എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? റമനഷികിരി ഫലബലബലം സദൃശ്യവാക്യം 10:22 അല്ലേ? യഹോവയുടെ അനുഗ്രഹത്താൽ എന്നുള്ള വാക്ക്. താങ്ക് യു ലോർഡ്. സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ഇത് ദൈവത്തിന്റെ വചനമാ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എന്ത് ചെയ്യും? സമ്പത്തുണ്ടാകും. നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ? യഹോവ എന്നെ അനുഗ്രഹിച്ച എനിക്ക് എന്ത് ചെയ്യും? എന്റെ സ്ഥിതി മാറും അല്ലേ? നമുക്ക് എല്ലാവരും കേട്ട വചനമാ. ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ എന്റെ സ്ഥിതി മാറും. ഞൊടി നേരത്തേക്കുള്ള കഷ്ടത്തെ നീ എന്ത് ചെയ്യണം? ലഘുവായി കാണണം. വചനം പറയാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഞൊടി നേരത്തേക്കാണ് എനിക്ക് കഷ്ടമുള്ളത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? കാരണം ദിവസം ഇങ്ങനെ പോവുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും നമ്മൾ ചിരിക്കാൻ തീരുമാനിച്ചാലോ നമുക്ക് കഷ്ടമുണ്ടോ? എന്ത് വന്നാലും നമ്മൾ ചിരിക്കാൻ, ആ വീട് പോയി, ഞാൻ ചിരിക്കും അല്ലെ? പുറത്ത് നോക്കുമ്പോ പറയും ആക്കെന്തോ ചെറിയ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ, അല്ലെ ഒരു വിചാരമില്ല എന്ന് പറയും. പക്ഷെ കർത്താവിലുള്ളവർ ഇങ്ങനെയാണ് വചനം പറയുന്നത്. എന്ത് നഷ്ടപ്പെട്ടാലും നത്തിങ് വിൽ ചിന്തിക്കാതെ നടക്കുന്നവരെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ച് ഒന്നും ചെയ്യാതല്ലേ, നമ്മളെ മൈൻഡിനെ എന്ത് ചെയ്യരുത്? ആ കഷ്ടത്തെ നമ്മൾ എന്റർടൈൻ ചെയ്യരുത്. എന്ത് ചെയ്യണം? ദൈവം പറയാ, നീ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോ ഏറ്റവും സന്തോഷിപ്പിൻ. ദൈവം വെറുതെ ആണോ പറയുന്നത്? ദൈവം വെറുതെ പറയോ? ദൈവം പറയുന്നത് എന്താ? നീ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോ ഏറ്റവും സന്തോഷിപ്പിൻ.
എന്തുകൊണ്ടാ? ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടേ നിനക്ക് പ്രശ്നമുള്ളൂ. ദൈവമാലയത്തിന്റെ മഹത്വം ഹാഗായി പ്രവചന പുസ്തകം 2:9 നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുക. ഈ ആലയത്തിന്റെ മഹത്വം പിന്നത്തേതിൽ ഇനി വരുന്ന ദിവസം എന്തായിരിക്കും? വലിയതായിരിക്കും. റമന ശിഖിരി കലബല ബല ബല ബല. ഞാൻ എനിക്ക് കാണാനിടയായതാ. അച്ഛന് എന്റെ കല്യാണത്തിന്റെ സമയത്തുള്ള ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോയൊക്കെ എടുത്തു നോക്കുമ്പോൾ എത്ര ഡിഫറെന്റാ. ഞാൻ പറയാം, അച്ഛൻ ദിവസം കഴിയുന്ന അച്ഛന്റെ സൗന്ദര്യം വർദ്ധിക്കുകയോ ചെയ്യുന്നത്. ഇപ്പൊ 76 വയസ്സായി. ഞാൻ അന്നത്തെ ഫോട്ടോ എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് അയച്ചു കൊടുത്തായിരുന്നു. ഒന്നും നോക്കിയേ, അച്ഛന്റെ ആലയത്തിന്റെ മഹത്വം ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നതല്ലേ. ഇന്ന് അച്ഛനും അമ്മയും നടന്നു പോകുമ്പോ കാണുന്നവര് പറയാ, എന്തോ ഒരു തേജസ്സാ. അങ്കിളും ആന്റിയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോ എന്തോ ഒരു തേജസ്സാ, എന്തോ ഒരു ഭംഗിയാ. ഞാൻ ഹിന്ദു വിശ്വാസത്തിൽ നിന്നാ കർത്താവിലേക്ക് വരുന്നത്. ഞാൻ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന ഒരാളാ. എന്റെ വീട്ടിൽ ഞാൻ എന്റെ ടീനേജിലാ കർത്താവിനെ അറിയാനിടയായത്. എന്റെ അച്ഛൻ അന്ന് നാട്ടിലെ ഏറ്റവും വലിയ ലീഡർഷിപ്പിൽ നടക്കുന്ന ഒരാളായിരുന്നു. പാർട്ടിയുടെയും സൊസൈറ്റിയുള്ള പല ആക്ടിവിറ്റീസിനും അച്ഛന് ലീഡറായിരുന്നു. എല്ലാവരും അച്ഛനെ ആയിരുന്നു ലീഡറാക്കി വെക്കാറ്. അമ്മ നല്ല കുടുംബത്തിൽ നല്ലതായി കാര്യങ്ങൾ ചെയ്തു പോകുന്ന നല്ലൊരു തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. ഒരുപാട് പ്രൗഢിയൊക്കെയുള്ള തറവാട്ടില. പക്ഷെ അതിനകത്തേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കണമെന്ന് കൽപ്പിച്ച ദൈവം ഒരു കൊച്ചു പെൺകുട്ടി അതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഞങ്ങളെ വില്ലേജിൽ ഒറ്റ പേര് ക്രിസ്ത്യൻ ആയിട്ടില്ല. ഒരു കുടുംബം പോലും ക്രിസ്ത്യൻ ഇല്ല. അമ്പലങ്ങൾ മാത്രമുള്ള ഒരു കുടുംബം. അതിന്റെ നടുക്കുന്ന് എനിക്ക് 17, 18 വയസ്സായപ്പോ ദൈവം തന്നെ വചനത്തിലൂടെ വന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ അടുത്തേക്ക് ആരും യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടേയില്ല. ഞാനൊരു ബൈബിൾ വിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം വാങ്ങി അതിനകത്ത് എന്തുവാന്ന് വായിച്ചു നോക്കുവാനുള്ള ആഗ്രഹം ഉണ്ടായി. അതിനകത്ത് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ റൗണ്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ആ വചനത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഇത് ഭയങ്കര ദൈവമാണല്ലോ. ഈ ദൈവം ഒരു അസാധാരണ സിദ്ധിയുള്ള ദൈവമാണല്ലോ. വിഗ്രഹത്തിന്റെ അടുത്ത് ദൈവപ്രസാദം ലഭിച്ചോ ഇല്ലയോ എന്ന് കാത്തിരിക്കുന്ന എനിക്ക് കർത്താവ് പറയാ, ദൈവത്തിന് ഈ യേശുവിനെ പ്രസാദിപ്പിക്കാൻ ഭയങ്കര ഈസിയാണെന്ന് എനിക്ക് തിരിച്ചറിയാനിടയായി. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ അച്ഛനും അമ്മയും ജീവിതത്തിൽ ഇപ്പൊ ചെയ്തു പോകുന്ന കാര്യങ്ങളും മതി യഹോവ വാസ്തവമായി എന്നെ അനുഗ്രഹിക്കാൻ. എൻ്റെ ദൈവത്തിന് എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് നീണ്ട ലിസ്റ്റാ കർത്താവിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ. ആ ലിസ്റ്റ് മുഴുവൻ ചെയ്തേച്ച് അടുത്തൊരു സ്ഥലത്ത് വേറൊരാളോട് ഒപ്പീനിയൻ ചോദിച്ചാൽ പറയും, ഒന്നും ഏറ്റിട്ടില്ല, ഒന്നും ആ ദൈവത്തിന് പ്രസാദകരമായി വന്നിട്ടില്ല. എഗെയിൻ മറ്റൊരാളെ അഭിപ്രായം അനുസരിച്ച് വീണ്ടും ലിസ്റ്റുകളാ, ഒരുപാട് ലിസ്റ്റ്. ആ പൂജകളോ അർച്ചനകളോ ഒക്കെ ചെയ്തിട്ട് ദൈവപ്രസാദം നമ്മളെ ജീവിതത്തിൽ വന്നോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഈ ഐഡിയ ഇല്ലാത്തടത്തുനിന്ന് എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു പറഞ്ഞു, ദൈവപ്രസാദം, നീ നിന്റെ ശത്രുവിനെ സ്നേഹിപ്പിൻ, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിപ്പിൻ, നീ എന്ത് ചെയ്യും, ക്ഷമിക്കിൻ, നീ എന്ത് ചെയ്യും, നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ, നീ ശണ്ടയ്ക്ക് പകരം ശണ്ട പറയാതെ നീ എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഞാൻ നോക്കുമ്പോ ഞാൻ കാണും എൻ്റെ അമ്മ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാ. വീട്ടില് നല്ല എല്ലാവരും കൂട്ടുകുടുംബത്തിലാ അമ്മ ജീവിച്ചത്. ഞാൻ പറയും, എല്ലാ സ്ഥലത്തും ആരെന്ത് വഴക്ക് പറഞ്ഞാലും മുണ്ടാതെ പമ്മിയിരിക്കുന്ന അമ്മയെ എനിക്ക് കാണാം. എൻ്റെ അമ്മയുടെ അമ്മയെ എനിക്കറിയായിരുന്നു. അമ്മ വലിയ പണ്ട് പറയുന്ന ഒരു വേർഡിന്, മോളെ ഒരാൾ ഇവിടെ അങ്ങോട്ട് അടിച്ചാല് അതങ്ങ് മറ്റേതൊന്നും കാണിച്ചു കൊടുക്കും, നിനക്കൊന്നും പോവാനില്ല, ആ അടിച്ചവനെ പോകത്തുള്ളൂ എന്ന് എൻ്റെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഈ കേൾക്കുന്ന കാരണം എന്ന് വെച്ചാൽ വെല്ലിമ്മ ഭയങ്കരമായിട്ട് ഒത്തിരി കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത വെല്ലിമ്മയ്ക്ക് പ്രത്യേക ഇഷ്ടം ശത്രുക്കളെ സ്നേഹിക്കാൻ. എന്തോന്ന് അറിയത്തില്ല, എന്തെങ്കിലും പറഞ്ഞ ഒരാൾ വീട്ടിൽ വന്ന് മോളെ വന്നിരിക്കുക, കഴിക്കുക കേട്ടോ, ഇത് ആക്ക് കേട്ടോ, മോളെ ഇതാക്കി. എന്തുകൊണ്ടാണെന്നറിയാവോ? അവൾ ഭയങ്കര പേടിയാ, നാളെ ഈ വ്യക്തി പോയിട്ട് എന്നെ കുറിച്ച് എന്തേ പറഞ്ഞാലോ. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വെല്ലുമേനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു കംപ്ലൈന്റ് കേട്ട ഒരാൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലേ ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കും, കൂടുതൽ പരിപാലിക്കും. ഞാനിത് കണ്ടു വന്നപ്പോ എനിക്ക് തോന്നി, എന്തുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ദൈവത്തെ കിട്ടിയാൽ അവർക്ക് ഈസി ആയിട്ട് കർത്താവിന്റെ പ്രീതി വരുമല്ലോ എന്നുള്ളൊരു തോട്ട് ആ കുഞ്ഞായിരിക്കുന്ന പ്രായത്തിൽ അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകുന്ന നിങ്ങളെ കുട്ടികളുള്ള ആ ഏജ് ആയിരുന്നു എനിക്ക്. ആ ഒരു ചെറിയ ഏജിൽ എനിക്ക് തോന്നുക, യേശു എത്ര
മക്കളെ അധികമായി എന്തു ചോദിച്ചാലും കൊടുക്കുമെന്ന് പറയുന്നു. അന്ന് അച്ഛനെ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒന്ന് കഴിഞ്ഞ് രോഗങ്ങൾ കാണുമായിരുന്നു. അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ അവസ്ഥയിലൊക്കെ ഞാൻ വിചാരിക്കും, അന്ന് ഞാൻ വിചാരിക്കും, എന്റെ ദൈവമേ, അച്ഛനൊക്കെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അച്ഛനെയല്ലേ അമ്മയല്ലേ ദൈവം പ്രസാദിക്കേണ്ടത്. പലരും പല രീതിയിൽ വഴക്കടിക്കുന്നത് ചുറ്റിലും ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ യേശു എന്ന നാം അവർ റിസീവ് ചെയ്യാനിടയായി. ആ ടീനേജിൽ ഞാൻ കർത്താവിനെ ഏറ്റെടുത്തു. ഞാൻ ബൈബിള് ആരെടുത്തും എന്താ പറയാ ആരും എനിക്ക് പറഞ്ഞു തരാനില്ലായിരുന്നു, ആരോടും എനിക്ക് ചോദിക്കാനില്ലായിരുന്നു. ഞാൻ ബസ്സിൽ കയറുമ്പോയില്ലേ, ഈ കന്യാസ്ത്രീകൾ ഇരിക്കുന്ന സീറ്റില് കണ്ടു കഴിഞ്ഞാൽ അവിടെ വേക്കൻറ്റ് സീറ്റിന്റെ മിക്കവാറും ആരും ഇരിക്കത്തില്ല. ഞാൻ ഓടിപ്പോയി അവിടെ ഇരിക്കും. അല്ലെ, ഒരു സീറ്റിൽ അങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ട്, എന്ത് ചെയ്യത്തില്ല, വേഗം ഇപ്പുറത്തെ സീറ്റിലേ ഇരിക്കത്തുള്ളൂ. ഞാൻ നോർമലി കാണുന്നത് ആ ബസ്സിൽ. അവരങ്ങ് ഇരിക്കും, അവരെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോകത്തില്ല. പക്ഷെ ഞാൻ ഓടിപ്പോയി അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും. ഒന്നും ചിലപ്പോൾ മിണ്ടത്തില്ല കേട്ടോ. ഏതോ ലോകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടാവും. കുറച്ച് കഴിഞ്ഞ് ഞാൻ അവരോട് പറയും, ഹലോ ആയിന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിക്കാനോട്, എനിക്ക് ഇഷ്ടമാണ് നിങ്ങളെ ദൈവത്തെ, എനിക്കിഷ്ടമാ യേശുവിനെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാന്നൊക്കെ പറയാൻ. ആണോ മോളെ എവിടെയാന്നൊക്കെ ചോദിക്കും. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും മാറ്റത്തില്ല. ഓക്കെ എന്നൊക്കെ പറയും. ഞാൻ പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് ഇഷ്ടമാ യേശുവിനെ എന്ന് പറയും. അങ്ങനെ എനിക്ക് യേശുവിനെ കുറിച്ചൊരു വാക്ക് ഒരാളെ കയ്യിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചു. ഞാൻ പുസ്തകത്തിൽ നോക്കി, 10 കൽപ്പന ഏതാന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഞാനില്ലേ ആ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഒരു 15 കൽപ്പനയൊക്കെ മിനിമം ആ മോശയുടെ അന്ന് 10 അത് എഴുതി നോക്കുമ്പോൾ എനിക്ക് 15 കിട്ടുന്നുണ്ട്. അല്ലെ, നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒന്ന് കൂടുതലൊക്കെ കാണാം. 10 ഒതുങ്ങുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, 10 കൽപ്പനകളല്ലോ പറഞ്ഞു, എനിക്ക് 15, 16 കിട്ടുന്നുണ്ടല്ലോ, അത് തെറ്റാന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ എന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടീനോട് പറഞ്ഞു, മോളെ നീ ക്രിസ്ത്യൻ അല്ലേ, എനിക്ക് 10 കൽപ്പന ഒന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയത്തില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മേനോട് ചോദിച്ചിട്ട് വരാം. നാണം കിട്ട് പോയിട്ട് അവള് ഇപ്പോഴാ മനസ്സിലാവുന്നത്. അവൾ ആകെ ചമ്മി അടിച്ച് വീട്ടിൽ പോയി നോട്ട് പുസ്തകത്തിന്റെ ബാക്കിൽ 10 കൽപ്പന എഴുതി കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ വെച്ചു. ഞാൻ വലുതാവുന്നവരെ ആ ബൈബിളിൽ ആ 10 കൽപ്പന ഉണ്ടായിരുന്നു. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്ത്. ഞാൻ കാരണം എന്താണെന്നറിയോ, എനിക്ക് ആ കൽപ്പന പ്രമാണിച്ച് എനിക്ക് ദൈവപ്രസാദം എൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി. ആ ദൈവത്തിന്റെ 10 കൽപ്പന എൻ്റെ ഉള്ളിൽ അന്ന് എങ്ങനെയുള്ളത്, ദൈവത്തിന്റെ 10 കൽപ്പന പ്രമാണിച്ചാൽ എനിക്ക് ദൈവപ്രസാദം വരും. അന്ന് കുഞ്ഞായോണ്ട് എനിക്ക് അറിയത്തില്ല കൂടുതൽ. അപ്പൊ ഞാൻ അത് ചോദിച്ച് എഴുതിയെടുത്തു. എൻ്റെ പുസ്തകത്തിൽ വെച്ച്, എൻ്റെ ബൈബിളിൽ വെച്ചു ഞാൻ വായിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അന്ന് എവിടുന്നോ എനിക്കൊരു വചനത്തിന്റെ ഒരു ഫ്ലെയർ കിട്ടി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനമാ എൻ്റെ വീട്ടിലേക്ക് ആദ്യമായി വന്ന വചനം. കർത്താവായി എനിക്ക് എവിടുന്നോ കിട്ടിയതാ ഒരു വാക്യം. പണ്ട് വചനോത്സവം എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിന്റെ പേജ് എവിടുന്നോ എനിക്ക് കിട്ടി. എൻ്റെ ഹോസ്റ്റലിൽ ഇവിടെ ഏതോ സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടി. അത് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഞാൻ പഠിക്കുന്ന എൻ്റെ ടേബിളിന്റെ മേലെ ഞാൻ മുറിച്ചെടുത്ത് അത് ഒട്ടിച്ചു വെച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു. ഇത് എന്നെ ഒരുപാട് ഉള്ളില് ആലോചിക്കണേ. ഞാൻ അന്ന് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഏജാ. ഞാൻ ഇത് നോക്കിയിട്ടില്ലേ, എല്ലാ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ തൊഴും, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് വെച്ച് വലിയൊരു കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല, എൻ്റെ അച്ഛനും അമ്മേന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ ദൈവത്തിന്റെ എന്തോ ഒരു അപ്പോയിന്റ്മെന്റ് ഞങ്ങളെ മേലെ ഉള്ളത് കൊണ്ട്, ഇരുട്ടടഞ്ഞ ദേശത്ത് നിന്ന് ഞങ്ങളെ ദൈവം വേർതിരിച്ചത് കൊണ്ട് ദൈവത്തിന്റെ അത്ഭുതം അവിടെ പ്രവർത്തിക്കാനിടയായി. ഈ വചനം പോലെ ഇന്ന് എൻ്റെ അച്ഛൻ സ്നാനപ്പെട്ടു, അമ്മ സ്നാനപ്പെട്ടു, എൻ്റെ വീട്ടിലുള്ള പലരും ദൈവത്തെ എൻ്റെ അനിയൻ സ്നാനപ്പെട്ടു, അവരുടെ കുടുംബം സ്നാനപ്പെട്ടു. ഞങ്ങളെ വീട്ടിൽ നിന്ന് പലരും ഇന്ന് കർത്താവിന്റെ പക്ഷത്തേക്ക് എത്തുവാനിടയായി. ഞങ്ങളെ മുഖാന്തരം ഒത്തിരി പേര് സുവിശേഷം അറിയാനിടയായി. ഇന്ന് നിങ്ങളെ മധ്യ ഈ വചന പുസ്തകമായിട്ട് ഇരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അന്ന് എന്നോട് നേരിട്ട എൻ്റെ സംശയങ്ങളെ ദൈവം ക്ലിയർ ചെയ്ത് തന്നത് ആ ദൈവമായി ഇന്നും എൻ്റെ കൂടെയുള്ളത്. അതുകൊണ്ട് ദൈവം പറയാ, നിങ്ങളുടെ ആലയത്തിന്റെ മഹത്വം ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യും. നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് ചെയ്തു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ വിചാരപ്പെട്ടത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഒന്നും സാധിക്കത്തില്ല എന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുപൊട്ടി അതിൽ വിശ്വസിച്ചോളുക. വിശ്വസിച്ചിട്ട് വിചാരപ്പെട്ടാൽ എൻ്റെ ജീവിതത്തിലെ
പ്രശ്നം തീരത്തില്ലെങ്കിൽ അത് തീരത്തില്ല. എന്നാൽ നിന്റെ പ്രശ്നം തീർക്കാൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ശ്രദ്ധ വെച്ചുകൊള്ളുക. നമ്മൾ അടുത്തുനിന്ന് കർത്താവിന് ഒന്നും ആവശ്യമില്ല. നമ്മളെ ഒന്നും ദൈവത്തിന് എന്നെ ഏറ്റവും അട്രാക്റ്റഡ് ആക്കിയ കാര്യം അതാ. നമ്മുടെ സമ്പത്ത് ആവശ്യമില്ല, നമ്മളെ വീട് ആവശ്യമില്ല, നമ്മളെ പണം ആവശ്യമില്ല. നമുക്ക് ഭാരമേറിയതൊന്നും എൻ്റെ ദൈവത്തിന് വേണ്ട. എനിക്ക് ഏറ്റവും തുച്ഛമായി തോന്നുന്നതും വളരെ ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നതും ഒരു ശ്രദ്ധയില്ലാതെ ഞാൻ ഉപയോഗിക്കുന്നതുമായ കാര്യങ്ങളെ എൻ്റെ ദൈവത്തിന് ആവശ്യമുള്ളൂ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഇന്ന് ഞാൻ നിങ്ങളെ ഉപവാസത്തിന്റെ 1ാമത്തെ ദിവസം ഒരു തീരുമാനത്തിലേക്ക് എടുക്കുവാൻ വേണ്ടി, ഞാൻ ആ തീരുമാനത്തിലേക്ക് കൊണ്ടുവരുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഈ ആലയം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ട ആലയമാ. ഈ ആലയത്തിനകത്ത് കർത്താവിന്റെ ഗ്ലോറി വെളിപ്പെടും. ദൈവം വെളിപ്പെട്ടാൽ അവിടെ വേറെ ഒന്നും നിൽക്കത്തില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ 1000 ടെസ്റ്റിമണി ഉണ്ട്. എവറി ഡേ ഐ ഹാവ് ദ ടെസ്റ്റിമണി. കഴിഞ്ഞ ദിവസം റബഷിക്കിരി കലബലബലബല ഞാൻ ഇങ്ങനെ ഒരു പ്രവാചകൻ ഇങ്ങനെ പറയുന്നത് കേൾക്കാനിടയായി. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലിരുന്ന് പൈസ കൊടുക്കുമ്പോ ഇപ്പുറത്ത് ഭൂതം പോകുന്നു അല്ലേ? നമ്മൾ സഭയിലൊക്കെ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ച് ഞാനും കണ്ടിട്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആള് വീഴുന്നതും ഇതൊക്കെ നമ്മളത് കാണുന്നതാ. പക്ഷെ അതല്ല. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറയും, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ സൈഡില് ആരെങ്കിലും ഭൂതബാധിതരാണെങ്കിൽ അവര് വീഴും എന്ന് കേൾക്കാനിടയിൽ. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് നടന്നു പോകുമ്പോ കഴിഞ്ഞ ദിവസം എനിക്കൊരു അത്ഭുതം ഉണ്ടായത്, ഞാൻ എൻ്റെ ഓഫീസില് പുതിയതായിട്ടൊരു ഓഫീസിൽ ജോയിൻ ചെയ്തിരിക്കുകയായിരുന്നു. റമനഷിക്കിരി അവിടെ ഞാൻ ഏർലി എത്തി. ഞാൻ അവിടെ പ്രാർത്ഥിക്കും. ഞാൻ കുറെ ഒരു 1.5 hour ബിഫോർ എൻ്റെ ഓഫീസിൽ എത്തും. ആ സമയത്തൊക്കെ ഞാൻ ഒരു 6:30, ആക്ച്വലി എനിക്ക് 8:30 ഓഫീസുള്ളൂ, 6:30 ഞാൻ അവിടെ എത്തും. അവിടെ 6:30 ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരുന്നാല് ഇറങ്ങിക്കഴിഞ്ഞാല് അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആ യുവയിൽ അറ്റ്മോസ്ഫിയർ. മഞ്ഞിങ്ങനെ വന്ന് പെയ്യുന്നുണ്ടാകും. ഒത്തിരി ആൾക്കാർ, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു. പലരും തിരക്ക് പിടിച്ച് നല്ല ഫുൾ സ്യൂട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല നല്ല ഭംഗിയാ കാണാൻ. ഞാൻ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കും, കർത്താവ് ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എൻ്റെ ഒരു ദിവസം ദൈവത്തിന്റെ 1000 എൻ്റെ 1000 ദിവസം ദൈവത്തിന് ഒരു ദിവസം പോലെയുള്ളൂ. ദൈവത്തിന് ഞൊടി നേരത്തേക്ക് എൻ്റെ സകല കഷ്ടവും ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ചിട്ടുള്ളൂ. യഹോവയുടെ മഹത്വത്തെ വർണ്ണിക്കാനിട വരും. അങ്ങനെ ഞാൻ ഓഫീസിൽ പോയി പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങിലെ കുട്ടികളോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കുട്ടിയോട് ഞാൻ എന്നും അവിടെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കുഞ്ഞുങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു കുട്ടി എനിക്ക് ഒരു കാര്യം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക, ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. അപ്പൊ ഈ കൊച്ചന്റെ കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ കാര്യങ്ങൾ പറയാ. ഞാനാണെങ്കിൽ ഇത് കേട്ടുകൊണ്ടേയിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടിയില്ലേ ടക്കെന്നും പറഞ്ഞ ആള് മാറിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, സാറ്റർഡേ എങ്ങോട്ടാ പോകുന്നത്? സാറ്റർഡേ ഞാൻ ചർച്ച് മീറ്റിങ്ങിനാ പോകുന്നത് സാധാരണ. എങ്ങോട്ടാ പോകുന്നത്? പേടി. അപ്പൊ ചുറ്റുള്ള കുട്ടികൾ ചോദിച്ചു, എന്തോടാ നീ എന്തോ പറയുന്ന പെട്ടെന്ന്? അപ്പൊ തന്നെ ഈ കുട്ടി സെറ്റായി എന്നോട് പറയും, അയ്യോ ഞാൻ എന്തോ പറഞ്ഞല്ലോ, അയ്യോ എന്താ എനിക്ക് പറ്റിയത്? ഇങ്ങനെ പെട്ടെന്ന് ആള് മാറി. അങ്ങനെ കാണാനിടയായി. അതിന്റെ 4 ദിവസം മുന്നേ എനിക്ക് കിട്ടിയ ഒരു വേർഡിന്, ഒരു പ്രൊഫറ്റിക്കൽ വേർഡിന്, ഒരു ദൈവദാസന്റെ അടുത്ത് നടന്നു പോകുമ്പോ മാനിഫെസ്റ്റേഷൻസ് സംഭവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നു. എൻ്റെ ദൈവം അത് കാണുവാനിട വന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാവോ? അവിടെ ആ കുട്ടി തന്നെ, ഞാൻ പറഞ്ഞു, നീ ഉറങ്ങാഞ്ഞിട്ടാ മോളെ, നിനക്ക് ഉറക്ക് ശരിയാവാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിള്ളേരൊക്കെ അവളെ കളിയാക്കാനിടയായി. ഇതാണ് നമ്മുടെ ദൈവം. അവിടെയുള്ള ആർക്കും മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. എൻ്റെ കർത്താവിന് പ്രവർത്തിക്കും. ഏതെങ്കിലും ഒരു ദുഷ്ടശക്തി ഒരുവന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചുമ്മാ നോക്കിയാൽ മതി. അത് ആ ശരീരത്തിൽ നിന്ന് അതെന്ത് ചെയ്യും? അത് വിശ്വാസം പോലും വേണ്ട, കർത്താവിന്ന് വിശ്വസിക്ക പോലും വേണ്ട. ഇത് അധികാരമാ, ദൈവത്തിന്റെ അധികാരം. വിശ്വാസം പോലും വേണ്ട. നമ്മളെ മുന്നിൽ ഇരിക്കുന്ന ആൾക്ക് വിശ്വാസം പോലും വേണ്ട. ഞാനിപ്പോഴങ്ങനെയാ വിശ്വസിക്കുന്നത്. അയ്യോ പറഞ്ഞു യേശു ദൈവമാന്ന് സ്നാനമേൽപ്പിച്ച് അയ്യോ ഒരിക്കലും പിശാച് വന്ന് സ്നാനമേൽക്കുവോ? നമുക്ക് പോരാട്ടമുള്ള പിശാചിനോടല്ലേ, അല്ലേ? നമുക്ക് അഴിക്കാനുള്ളത് പിശാചിനെയല്ലേ? എന്നെങ്കിലും പിശാച് അല്ല. കർത്താവിനോട് ഞാൻ പറഞ്ഞ, അല്ല കർത്താവെ, പുറപ്പെട്ട് ചെന്ന് പ്രവർത്തിക്കണം കർത്താവ്. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ നടന്നു പോകുമ്പോ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അനുവാദമില്ലാതെ പ്രവർത്തിക്കണം. ഒരുവന്റെ അനുവാദം വേണ്ട അത്ഭുതം പ്രവർത്തിക്കാന്. ഒരുവന്റെ അനുവാദം വേണ്ട. ലെഗ്യോൻ ഭൂതം ബാധിച്ച് കുന്നുകളെ കീഴടക്കി അവിടെയുള്ള ദേശത്തെ പേടിപ്പിച്ചുകൊണ്ട് നടന്ന ആ ഭൂത വിളിച്ചതാണോ, കർത്താവെ ഒന്ന് വാ
എന്നെ ഒന്ന് സൗഖ്യമാക്കാന്ന് ഭൂതം വിളിച്ചോ? ലെഗ്യോൻ വന്ന് വിളിച്ചോ? ഇല്ല അല്ലെ? ആ അനുവാദമില്ലാതെ അവിടേക്ക് പോയി യേശുവിന്റെ പാദം അവിടെ തൊട്ടപ്പോ കർത്താവ് എന്നിൽ ആ ലെഗ്യോനിൽ നിന്ന് ഭൂതം വിട്ട് മാറിപ്പോയി. ഒരു പെർമിഷനും ലെഗ്യോൻ ഭൂതം ബാധിച്ച് അവന്റെ കയ്യിൽ നിന്ന് യേശുവിന് കിട്ടിയിട്ടില്ലായിരുന്നു. ഇതേപോലെയാ വിശ്വസിക്കുന്ന നമ്മളിലില്ലേ എന്ത് സംഭവിക്കും എന്നറിയാവോ? നമ്മളിൽ നിന്ന് പുറപ്പെട്ട് ചെന്ന് പ്രവർത്തിക്കണം, അനുവാദമില്ലാതെ പ്രവർത്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, അനുസരിക്കത്തില്ല അല്ലെ? നമുക്ക് അവരെ കൊണ്ട് അനുസരിപ്പിച്ചതിന് ശേഷം പറഞ്ഞ് കൗൺസിൽ ചെയ്ത് അല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലേ നമ്മളിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ആ ശക്തി ചെന്ന് അനുസരിക്കാത്ത കുഞ്ഞുങ്ങളെ അനുസരണത്തിലേക്ക് വരുത്തണം. മറുത്തു നിൽക്കുന്ന തലമുറയിലെ കർത്താവിന്റെ ശക്തി ചെന്നിറങ്ങി അവിടെ വിടുവിക്കണം. എത്ര പേർക്ക് ഈ ശക്തി വേണം? എത്ര പേർക്ക് ഈ ശക്തി വേണം? കൗൺസിൽ ചെയ്ത് ഭർത്താവ് ഭാര്യനോട് പറഞ്ഞു നന്നാക്കുന്നതല്ല, ഒരു പ്രാർത്ഥന കൊണ്ട് അഭിഷേകം ചെന്ന് ആ നുകത്തെ പൊട്ടിച്ച് ആളെ അതിൽ നിന്ന് തിരികെ കൊണ്ടുവരണം. വലിയത് നമ്മൾ ആഗ്രഹിക്കണം. ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടത് അതുപോലത്തെ ശക്തിയാ. 5 കൊല്ലം 10 കൊല്ലം പറഞ്ഞും കൺവിൻസ് ആയിട്ടില്ല, ആൾക്ക് മനസ്സിലായിട്ടില്ല, ആളെ തലയിൽ യേശു എന്താന്ന് കയറിയിട്ടില്ല. നോ 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 നോ, നമുക്കതല്ല. ദൈവം പറയാ അവൻ യുദ്ധസമേതനായി, സൈന്യങ്ങളുടെ യഹോവ യുദ്ധവീരനായി ഓരോ ദിവസവും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി നമ്മിൽ നിന്ന് പ്രവേശിക്കട്ടെ. അവൻ ദിവസത്തിലേക്ക് പ്രവേശിക്കട്ടെ. എന്താ പറയാ, കുത്തൊഴുക്കില് എല്ലാ വേസ്റ്റും പോകുന്നത് പോലെ ആ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുമ്പോ നമ്മുടെ ദിവസത്തിലുള്ള പ്രശ്നങ്ങൾ അത് നീക്കിക്കളയട്ടെ. ആ ഒഴുക്കിൽ മഹത്വം കൊണ്ട് എന്ത് ചെയ്യട്ടെ, അതിനെല്ലാം മൂടിക്കളയട്ടെ. പിന്നെ അതെല്ലാം പുതുതായി തീരട്ടെ. ഏതവസ്ഥയിലും ദൈവം പ്രവർത്തിക്കാൻ പറ്റും. ഈ ഓഫീസിൽ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ജോയിൻ ചെയ്തത് ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ടായിരുന്നു. പക്ഷേ 1.5 വീക്ക് ഞാൻ ആ ഓഫീസിൽ അങ്ങനെ വർക്ക് ചെയ്തു. വലിയൊരു 80-ഓളം എഞ്ചിനീയേഴ്സ് സ്റ്റാഫ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അത്. അതിന്റെ ഹെഡായിട്ട് ഒരു പ്രോജക്ട് ഒരു ഓപ്പറേഷൻ മാനേജർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ മേലെ ഞങ്ങൾ MD ഇരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ പോയി ഒന്നര ആഴ്ച ഒരാഴ്ച 2 ആഴ്ച ആയിട്ടുണ്ട്. ആ സമയത്ത് ഒരു ദിവസം രാവിലെ ഒരു വചനം എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. എന്താ പറയാ, യോസേഫ് പോകുന്നിടത്തൊക്കെയും യഹോവയുടെ ആത്മാവ് യോസേഫിന്റെ കൂടെ ഇരുന്നത് കൊണ്ട് യോസേഫ് ചെയ്യുന്നതിലൊക്കെയും ദൈവം അവനെ മഹത്വീകരിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിലേ ഞാൻ എത്രയോ വർഷങ്ങളായി വചന വായനയും മെഡിറ്റേഷനും അല്ലാതെ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യാത്തത്. ഒരു സോഫ്റ്റ്വെയർ സ്കില്ല് എനിക്കില്ലായിരുന്നു, ഒരു കാര്യത്തെയും ചെയ്യാനുള്ള ഒരു സ്കില്ല് എനിക്കില്ലായിരുന്നു. വചനവും പ്രാർത്ഥനയല്ലാതെ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഒരു ജോബിൽ പ്രവേശിച്ച സമയത്ത് കർത്താവിനോട് ഞാൻ ഇങ്ങനെ അറിയാതെ, ഞാൻ പ്രാർത്ഥിച്ചതൊന്നല്ല, കർത്താവെ കൃപ കൂടെ ഇരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചങ്ങ് പോയി. പക്ഷെ ഇങ്ങനെ ഒരു വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു. യോസേഫിനെ സകലത്തിലും വിചാരകനാക്കിയ ദൈവം ഫറവോന്റെ ഭാര്യയെ ഉപദ്രവിച്ച വ്യക്തി പിന്നെ എന്ത് ചെയ്തു, അവിടെ രാജാവാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോ ഒരു ദൈവ സാന്നിധ്യമാ, ഒരു ദൈവത്തിന്റെ എന്തോ ഒരു മഹത്വമാ. ഓരോ ദിവസവും യോസേഫിന്റെ കൂടെ ഇരുന്നത്. കാരാഗ്രഹത്തിൽ ഇട്ടു, നാളെ വേണേ കൊല്ലാമായിരുന്നു രാജാവിനെ. പക്ഷെ എന്ത് ചെയ്തു, അവിടുത്തെ കാരാഗ്രഹ പ്രമാണിമാർക്ക് എന്ത് ചെയ്തു, യഹോവ യോസേഫിനെ വിചാരകനാക്കി വെച്ചു. പിന്നെ അവിടുന്ന് പുറത്തു വന്ന ശേഷമില്ലേ കൊട്ടാരത്തിൽ വിചാരകനാക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് രാജാവ് പറയും, ഈ കസേര മാത്രം എനിക്ക് മതി, എപ്പോഴെങ്കിലും ക്ഷീണം വരുമ്പോ വന്ന് ഇരിക്കാൻ ഈ ചെയറെങ്കിലും എനിക്ക് വേണം. എല്ലാ അധികാരവും എന്ത് ചെയ്തു, യോസേഫിന് വിട്ടുകൊടുത്ത ദൈവം. ഇത് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു, ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, യഹോവേ, യോസേഫിന്റെ കൂടെ യഹോവയുടെ ആത്മാവ് ഇരുന്നപ്പോ ആ കാലഘട്ടത്തിൽ യോസേഫ് ചിന്തിക്കുന്നതിലൊക്കെ യോസേഫിനെ പ്ലീസ് ചെയ്ത ദൈവം, പ്രസാദിച്ച ദൈവം, യോസേഫിന്റെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ ചെയ്ത ദൈവം, യോസേഫിന്റെ കഴിവിനോ യോസേഫിന്റെ ശത്രുക്കൾക്കോ യോസേഫിനെ തൊടുവാൻ പറ്റാത്തവണ്ണം യോസേഫിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവമാ അങ്ങ്. ആ ദൈവം എൻ്റെ ദൈവമായിന്ന്. ആ ദൈവമായ എൻ്റെ ദൈവം, യോസേഫിന്റെ ദൈവമാണ് എൻ്റെ ദൈവം. പറഞ്ഞാട്ടെ, യോസേഫിന്റെ ദൈവമാണ്
ദൈവമാണ്. ക്ഷാമം വന്ന കാലത്ത് സകല രാജ്യങ്ങൾക്കും എന്താ കൊടുക്കത്തക്ക രീതിയിൽ അത്ര മഹാസമ്പന്നനാക്കിയ ദൈവം. യോസേഫ് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഒരു കാര്യത്തിൽ യോസേഫ് ഇൻവെസ്റ്റ് ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. ഒരു രാജാവ് ഉണ്ടാക്കി വെച്ച മഹത്വത്തിലേക്ക് യോസേഫിനെ എന്ത് ചെയ്തു? കൊണ്ടുവന്ന് ഇരുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ പ്രോവർബ് 10:22 ഇങ്ങനെ പറഞ്ഞത്, യഹോവയുടെ മഹത്വത്താൽ, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അധ്വാനത്തോട് അതിനോടൊന്നും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കത്തില്ല. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഈ വചനം ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു. അന്ന് ഓഫീസിൽ പോയി ഈ വചനം എൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ് പോലെ വന്ന് നിറഞ്ഞു. എൻ്റെ കണ്ണിന് തണുപ്പായി, എൻ്റെ ചെവിക്ക് തണുപ്പായി, എൻ്റെ മനസ്സിന് തണുപ്പായി. എന്തോ ഒരു ആനന്ദം, ഒരാവി പൊങ്ങുന്നത് പോലെ എൻ്റെ ഉള്ളിൽ നിന്ന് അതിൽ ഞാൻ സന്തോഷിക്കുകയും റിജോയ്സ് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി. ഇത്ര വലിയ ദൈവത്തെ എനിക്ക് തരുവാൻ എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തല്ലോ. ഈ ദൈവത്തിന്റെ മകളാകുവാൻ എന്നെ ദൈവം തെരഞ്ഞെടുത്തല്ലോ. എൻ്റെ കുടുംബത്തിന് എന്തു വലിയ രക്ഷ വന്നിരിക്കുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കാനിടയായി. ഇത്രയും ഞാൻ എൻ്റെ ഒരാവശ്യവും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. തിരിച്ച് ഞാൻ ഓഫീസിലേക്ക് അന്ന് പോയി ജോയിൻ ചെയ്തു. ഉച്ച സമയമായ സമയത്ത് പ്യൂണ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഓഫീസ് ബോയ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മേഡത്തിനെ ഉണ്ട് റൂമിലേക്ക് വിളിക്കുന്നു, സാർ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ അടുത്ത് ഞാൻ റൂമിലേക്ക് പോയ സമയത്ത് സാറിൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട്? MD ആണ്, കമ്പനീൻ്റെ ഓണർ. എന്നോട് ചോദിച്ചു, ഷൈനി എങ്ങനെയുണ്ട്, വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ആൾക്കാർ എങ്ങനെയാ എന്നൊക്കെ ഒരുപാട് കാര്യം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, എല്ലാം കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും, ഡേ ബൈ ഡേ ഞാൻ ഇൻക്രീസ് ചെയ്ത് വരാം എന്നൊക്കെ പറഞ്ഞു. എന്നോട് ചോദിച്ചു, അവിടെ അന്ന് ആ പോസ്റ്റിലിരിക്കുന്ന ഓപ്പറേഷൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര വഴക്കാ, ഞാനും അതിന്റെ മുന്നിൽ കൂടെ പേടിച്ചാ പോവാറ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര കടപടാന്ന് വഴക്ക് പറയുന്ന കേട്ട അവരെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ചോദിച്ചാല് അറിയാലോ. അപ്പൊ എന്നോട് ചോദിച്ചു, ഷൈനിക്ക് ഈ വ്യക്തിയോട് പറഞ്ഞ് കാര്യം ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനപ്പോ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഞാൻ പറയുമ്പോൾ എനിക്ക് കഴിവ് വേണോ, ശക്തി വേണോ, എനിക്ക് വേറെ എന്തേ വേണോ? ഇല്ല, സാർ എന്നൊരു കാര്യം പറഞ്ഞാൽ അത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഈ വ്യക്തിയോട് നിനക്ക് വഴക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ സാറിന്റെ ഒരു കാര്യം പറയാനും പറഞ്ഞാൽ ഞാൻ പറയാന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഇന്ന ആൾക്കാർക്കൊക്കെ നിനക്ക് അവരുടെ അടുത്തുനിന്ന് അവർ പറയുന്ന കാര്യങ്ങള് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. സാർ ഓൾറെഡി സാർ ലാപ്ടോപ്പിനകത്ത് ആ വ്യക്തിയെ താഴത്തെ പൊസിഷനിലേക്ക് ആക്കി എന്നെ ആ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്തത്, ഓപ്പറേഷൻ മാനേജറായി അപ്പോയിന്റ് ചെയ്ത ലെറ്റർ ഓൾറെഡി അടിച്ചു വെച്ചിട്ടാ എന്നെ വിളിച്ചത്. അടിച്ചു വെച്ചിട്ട് നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് ഞാൻ കരുതി, യു ആർ ദ ഓപ്പറേഷൻ മാനേജർ ഓഫ് മൈ കമ്പനി ടുഡേ ഓൺവേർഡ്സ് എന്ന് പറയാനിടയായി. എല്ലാ സ്റ്റാഫിനോടും ടുഡേ ഓൺവേഴ്സ് നിങ്ങളുടെ കാര്യങ്ങൾ ഷൈനി സുജിത്തിനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു ലെറ്റർ അവിടെ കാണിക്കാനിടയായി. ഞാനിത് എന്നെ പൊക്കി പറയുകയല്ല, യഹോവയുടെ ഒരു വചനത്തിന്റെ സമ്പത്ത് നോക്കിയേ. ഒരു വചനത്തെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് പരിവർത്തിക്കുന്നത് നോക്കിയേ. അന്ന് മുതൽ ഇന്ന് ഏകദേശം 80ഓളം സ്റ്റാഫ് വരുന്ന UAE ഒരു വലിയ കമ്പനിയുടെ ഓപ്പറേഷൻ മാനേജറായി കർത്താവ് എന്നെ നിയമിച്ചിരിക്കുക. റമന ഷിഖിരി ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരാൾക്ക് കിട്ടാത്ത ഒരു പൊസിഷനാണ് അത്. പണം ഇല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇരിക്കണം, ഒരുപാട് വർഷം ഇവിടെ വർക്ക് ചെയ്യണം. പക്ഷെ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ അധ്വാനത്തോട് ഒക്കത്തില്ല, നമ്മുടെ പരിശീലനത്തോട് ഒക്കത്തില്ല. കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഞൊടിയിടയിൽ കർത്താവ് അത്ഭുതം ചെയ്യും. ഞൊടി നേരം കൊണ്ട് കർത്താവ് അത്ഭുതം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ. ഞൊടിയിടയിൽ നമ്മുടെ സ്ഥിതി മാറ്റും, അല്ലെ, നമ്മുടെ അവസ്ഥ മാറ്റും, നമ്മുടെ പൊസിഷൻ മാറ്റുന്ന ദൈവമാ. രുചിച്ചറിഞ്ഞ ദൈവത്തെയാ ഞാൻ നിങ്ങളെ മുന്നിൽ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ അനുഭവിച്ച ദൈവത്തെയാ. ഇന്ന് തന്നെ ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വന്ന വചനം ഒന്നുമല്ല ഞാൻ ഷെയർ ചെയ്തത്, കർത്താവിനെ അനുഭവിക്കുന്നതാ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ അനുഭവിക്കുന്ന വചനത്തെയാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നത്. വിശ്വസിക്കണം, ആലയത്തിന്റെ മഹത്വം ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യും. ഈ ആലയത്തിന്റെ മഹത്വം ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ ഈ ആലയത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എന്റെ സമയം 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ, അല്ലെ സിസ്റ്ററെ? താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മുടെ ആലയത്തെ നശിപ്പിക്കുന്ന ഒരു റബന ഷിഖിരി കലബല ബലബല യേശുവിന്റെ രക്തം ചെയ്യും. നമ്മുടെ ആലയത്തെ നശിപ്പിക്കുന്ന ഒരു ടൂളിനെ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ജെയിംസ് 3:6 ഒന്ന് വായിക്കാമോ?
ജെയിംസ് എന്ന് വെച്ചാൽ യാക്കോബ് 3:6. അത് നാവും വൃത്തി തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. Praise God. നമ്മുടെ ശരീരത്തെ, മന്ദിരത്തെ നശിപ്പിക്കുന്ന ഒരൊറ്റ ഡിവൈസേ നമ്മളിലുള്ളൂ. നമ്മുടെ ഈ ശരീരത്തെ നശിപ്പിക്കുന്ന ഒറ്റ ടൂളേ ഉള്ളൂ, ഒരു ടൂളേ ഉള്ളൂ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഒറ്റയൊന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയതിൽ? ഒരു ടൂള, ഈ ടൂള് കറക്റ്റായിട്ട് ചലിച്ചാൽ നമ്മുടെ ശരീരം നശിക്കത്തില്ല, നമ്മുടെ ആലയത്തിന്റെ മഹത്വം ഇല്ലാതെ പോകത്തില്ല. ഈ ടൂള ഒരേ ഉറവിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുമോ? ദൈവം ചോദിക്കുക. ഏതെങ്കിലും ഒന്ന് പുറപ്പെടിച്ചാലേ അത് മധുരമായി. മധുരവും കയ്പും കൂടി ഒരുമിച്ച് മിക്സ് ആയാൽ അത് എന്തോ ആയിരിക്കും? കുടിക്കാൻ ആർക്കും പറ്റത്തില്ല അല്ലെ? ഒന്നുകിൽ മധുരം അല്ലെ കയ്പ. അതുപോലെ ആവരുത്. നമ്മുടെ നാവും ഒരു അവയവം തന്നെ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വീക്കായിട്ടുള്ള, ഞാൻ പറയില്ലേ, ദൈവത്തിന് ഏറ്റവും ചെറിയ കാര്യത്തെ മതി. അത് ഈ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ശരീരത്തിലാണെങ്കിലും ഏറ്റവും വീക്കസ്റ്റ് പാർട്ട്. ഹാർട്ടൊന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, നമ്മുടെ ബ്രെയിനിനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വീക്കായിട്ടുള്ള അവയവമാണ് നമ്മുടെ ടങ് എന്ന് പറയുന്നത്, നമ്മുടെ അധരം എന്ന് പറയുന്നത്. ഈ അധരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അനീതി ലോകവുമായി ഇതിനെ പെട്ടെന്ന് ഈ ആലയത്തെ കണക്ട് ചെയ്യിപ്പിക്കും. നമ്മൾ ആലയത്തെ മാത്രമല്ല, ഈ ഭൂമിയിൽ ഒരു ടെറിട്ടറിയെ കണക്ട് ചെയ്യിപ്പിക്കാനില്ലേ നമ്മുടെ നാക്കിന് പറ്റും. നമ്മൾ വിചാരിക്കുക എനിക്ക് മാത്രമാണല്ലോ ദോഷം ചെയ്യാന്ന്. അല്ല, ഈ നമ്മുടെ ഒരു സർക്കിളിനെ നശിപ്പിക്കാൻ ഈ എന്തിന് പറ്റും? നാവെന്ന് പറയുന്ന അവയവത്തിന് പറ്റും. കാരണം ഇതൊരു അവയവം മാത്രമേ ഉള്ളൂ. ഈ അവയവം അനീതി ലോകവുമായി കണക്ട് ചെയ്ത്, നരകവുമായി കണക്ട് ചെയ്ത് എന്ത് ചെയ്യുമെന്നറിയാവോ? ആ നരകത്തെ നമ്മുടെ ചുറ്റുപാടിലേക്ക് റിലീസ് ചെയ്യും. അവന്റെ രാജ്യത്തെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. റബന ശിഖിരി കലബല ബലബല. അതുകൊണ്ട് നമ്മുടെ നാവിനെ കർത്താവിന് വിട്ടുകൊടുക്കണം. ഈ നമ്മുടെ നാവ് സ്വർഗത്തെ കണക്ട് ചെയ്യുന്നതായിരിക്കണം. നമ്മുടെ ആദരം മാത്രം മതി. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം ഇങ്ങനെ ഒത്തിരി അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോ കാണാം ദാവീദിന്റെ നാവിനെ, അല്ലെ? ദാവീദ് നാവ് കൊണ്ട് പാട്ടുപാടുക. ദാവീദ് എന്ത് ചെയ്യുക? ദൈവത്തിന് വേണ്ടി വർഷിപ്പ് ചെയ്യുക. ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കാൻ നമ്മുടെ അധരത്തെ നമ്മൾ ഉപയോഗിച്ചാൽ എൻ്റെ ആലയം മഹത്വീകരിക്കും. നിന്റെ ആലയത്തെ തീ കൊളുത്തുന്നത്, നിന്റെ ആലയത്തെ നശിപ്പിക്കുന്നത്, ദഹിപ്പിക്കുന്ന ഒന്നിനും നമ്മൾ എന്ത് ചെയ്യരുത്? നാവിനെ വിട്ടുകൊടുക്കരുത്. ഇത് അതിന്റെ പിന്നെ പറയുന്നുണ്ട്, കുതിരയെ നമുക്ക് എന്താ പറയാ, അതിനെ കയറിട്ട് വലിക്കാം, അല്ലെ? പശുവിനെയൊക്കെ മൂക്കിൽ ഒരു കയറിട്ടിട്ട് അതിനെ വലിക്കാം. കുതിരയെ കടിഞ്ഞാനിട്ട് അധീനമാക്കാം. പക്ഷെ നാവിനെ എന്ത് ചെയ്യത്തില്ല? അങ്ങനെ വഴക്കിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നാവിനെ വഴക്കാൻ ഒറ്റ കാര്യത്തിനെ പറ്റത്തുള്ളൂ. എന്ത്? ആത്മാവിന് പറ്റും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ, നമ്മുടെ നാവ് നമുക്ക് എന്ത് ചെയ്യും? അനുഗ്രഹത്തിന്റെ ഉപകരണമായി മാറും. എങ്ങനെയാണോ അനീതി ലോകത്തെ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നത്, അതേപോലെ തന്നെ സ്വർഗത്തിന്റെ സകല സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കി വിടുന്നത് നമ്മുടെ ഈ നാവ് കൊണ്ട. അതുകൊണ്ട് നമ്മുടെ സാഹചര്യത്തെ നോക്കി നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിച്ച് പറയണം. നമ്മൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയണം. ഇരുട്ടിലല്ലേ വെളിച്ചത്തിന്റെ ആവശ്യമുള്ളൂ. ഇരുട്ട് മാറിപ്പോകാന്ന് പറയേണ്ടതിന് പകരം എന്ത് ചെയ്യണം? ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കുക, അത് ഉണ്ടാകട്ടെ എന്ന് പറയണം. അയ്യോ എൻ്റെ ഹസ്ബൻഡിന് എന്നും പ്രശ്നമാണ്, എന്ന് പറയട്ടെ, ആ ശാഠ്യം മാറിപ്പോട്ടെ, ആ ദേഷ്യം മാറിപ്പോകട്ടെ, അല്ല ഇരുട്ടിന് മാറിപ്പോകട്ടെ എന്നല്ല പറയട്ടെ. ഉണ്ടാകാൻ എന്തെങ്കിലും അത് വിളിച്ചു പറ. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ചില മിസ്റ്റേക്സ് ഉണ്ട്. നമ്മൾ ഉണ്ടാകേണ്ടത് എന്താ? ജ്ഞാനം ഉണ്ടാകട്ടെ, വിവേകം വർദ്ധിക്കട്ടെ, നല്ല സ്നേഹം വർദ്ധിക്കട്ടെ, നല്ല കർത്താവെ സ്നേഹിക്കുന്ന വ്യക്തിയാക്കി മാറ്റട്ടെ, നല്ല ദൈവിക ഡിവൈനിറ്റി ഉള്ള വ്യക്തിയായിട്ട് അനേകരെ കൗൺസിൽ ചെയ്യുന്ന വ്യക്തിയായി മാറട്ടെ. അല്ലാതെ ഈ മനുഷ്യന്റെ ദുശാഠ്യം മാറട്ടെ, ഈ മനുഷ്യന്റെ അങ്ങനെയല്ല. നമുക്ക് എന്താണോ വേണ്ടത് അതിനെ നമ്മൾ അധരത്തിൽ എന്ത് ചെയ്യുക? റിലീസ് ചെയ്യുക. ജ്ഞാനം ഉണ്ടാകട്ടെ, നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി വർദ്ധിക്കട്ടെ, തണ്ടിന്മേൽ കത്തിച്ച വിളക്ക് പോലെ ആകട്ടെ. യേശു അവളെ കാണുന്നവൾ യഹോവയുടെ തേജസ് കാണുവാനിട വരട്ടെ. മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കും. ഒത്തിരി ടെസ്റ്റ് മണിയുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ടെസ്റ്റ് മണി പോലും ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടില്ല. നമ്മുടെ അധരത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. റമനാശിക്കിരി. അതുകൊണ്ട്
അധരത്തെ വൈസായിട്ട് ഉപയോഗിക്കണം, അധരത്തെ ജ്ഞാനത്തോടുകൂടി ഉപയോഗിക്കണം. ഈ അധരത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. ഇനി എപ്പെങ്കിലും ഒരു ചാൻസ് ഇവിടേക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എങ്ങനെയാ ഈ അനീതി ലോകമായിട്ട് കണക്ട് ചെയ്യുന്ന, അതിനെ ഭയങ്കര ദൈവം എനിക്ക് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവം സഹായിച്ച ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിർബന്ധമായും നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ രക്ഷയ്ക്ക് കാരണമായിരിക്കും. എന്താണ് ഇതിന്റെ ടെക്നിക്സ് എന്ന് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വരുവാണെങ്കിൽ നിശ്ചയമായും എങ്ങനെ ഈ അധരത്തെ ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാ ഈ രാജ്യവുമായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്നും ഇന്നെങ്ങനെ നമുക്കത് കണക്റ്റഡ് ആകാമെന്നും ദൈവം നല്ല സയന്റിഫിക്കലി എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ടെസ്റ്റ് മണി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 19 വർഷമായിട്ട് ആ ലേഡിക്ക് കുഞ്ഞില്ലായിരുന്നു. 19 ഇയേഴ്സ് ഉള്ള ചികിത്സകളൊക്കെ ചെയ്തു അവരെന്ത് ചെയ്തു, മടുത്തു. ചികിത്സ ചെയ്തു മടുത്തു. 19 വർഷമായിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുക, എനിക്ക് കുഞ്ഞെന്ന് പറഞ്ഞു നീ എൻ്റെ അടുത്തേക്ക് വരരുത്. കാരണം ഒരു പ്രാവശ്യം എന്തോ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് 5 കുപ്പി ബ്ലഡാണ് ആ ലേഡിയുടെ ബോഡിയിൽ എന്താ പറയാ എടുക്കാനിടയായത്. 5 ബോട്ടിൽ ബ്ലഡ്. അതുകൊണ്ട് നീ കുഞ്ഞെന്നുള്ള ആശ വിട്ടോ, നിന്റെ ജീവൻ രക്ഷിക്കാൻ നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ ആ ട്രീറ്റ്മെന്റ് ഒക്കെ നിർത്തി. അവള് രണ്ടുപേരെയും സ്വസ്ഥ ജീവിതം എൻജോയ് ചെയ്യാൻ തുടങ്ങി. റമന ഷിക്കിരിരി കലബല ബല ബല. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? റബ ഷിക്കിരിരി ശബ്ദം കുറവുണ്ടോ? ഓക്കെ ഓക്കെ. റബന ഷിക്കിരിരി കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോയ സമയത്ത് യഹോവയുടെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്ന് പറഞ്ഞു, നീ ആ വ്യക്തിയെ പോയിട്ട് എന്ത് ചെയ്യണം, വ്യക്തിയെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഹൈന്ദവ വിശ്വാസത്തിലിരിക്കുന്ന വ്യക്തിയാ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ ആരുമില്ല, ക്രിസ്ത്യാനിറ്റി ഇല്ലാത്തൊരു വില്ലേജിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്നെ പരിഹസിക്കപ്പെടും, കളിയാക്കപ്പെടും. പലരും ദൈവം അപ്പൊ എന്നോട് പറഞ്ഞു, എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങാൻ പോകുന്നത്, നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, പറയൊന്നും വേണ്ട. എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആദ്യം തോന്നി. പിന്നെയും കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ പോയേച്ച് അവരോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചീനെ വീട്ടിലേക്ക് വിളിച്ചു. ഒരു ദിവസം വിളിച്ചു, വന്നില്ല. അന്ന് അവർക്ക് എന്തോ എൻഗേജ്മെന്റ് ആയി. വലിയ ഇപ്പം അവരുടെ +2 എന്താ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ജോലി ചെയ്യുന്നവരാ. പിന്നെയും അടുത്ത ദിവസവും ഞാൻ അവർക്ക് വേണ്ടി കാത്തിരുന്നു. അന്നും അവർക്ക് ഭയങ്കര ബിസി ആയിക്കൊണ്ട് ഒരു കാര്യം വരാൻ പറ്റിയില്ല. 3-ാമത്തെ ദിവസം ഞാൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരിക, അന്നും അവർക്ക് വരാൻ പറ്റിയില്ല. അന്നും 3-ാം ദിവസം ഞാൻ കാത്തിരുന്നു, അന്നും വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന ദിവസമായിരുന്നു. അപ്പൊ അവരെ ഹസ്ബൻഡ് വന്നു, 3 days ഷൈനി നിന്നെ വിളിച്ചു, 3 ദിവസം നിനക്ക് പോകാൻ പറ്റിയില്ലല്ലോ, അക്ക് നിന്നെ കാണാൻ കൊതിയായിട്ടായിരിക്കത്തില്ലേ വിളിച്ചത്, നീ ഒന്ന് പോ. അന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് പോകാൻ വേണ്ടി ഹസ്ബൻഡ് അവളെടുത്ത് പറഞ്ഞു. അങ്ങനെ അന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് എൻ്റെ വീട്ടിലേക്ക് കയറി വരുവാനിടയിൽ. എൻ്റെ വീട്ടിലാണെങ്കിൽ അന്ന് സുധന്റെ വീട്ടിലുള്ള ആരും വിശ്വാസത്തിലല്ല, എല്ലാവരും ഉണ്ട് വീട്ടില്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഒരു സുവിശേഷം പറയേണ്ട അന്തരീക്ഷമേ അല്ല. ഞാൻ വീട്ടിന്റെ മേലത്തെ തട്ടിലേക്ക്, ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്നൊരു തിരക്ക് പിടിച്ച് എല്ലാവരും ഉള്ള ദിവസമാണല്ലോ വന്നിരിക്കുന്നത്, എനിക്ക് ചേച്ചിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ദൈവം എന്നോട് പറയാ, യേശുവിന് നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റുന്നു പറയാൻ പറഞ്ഞു. ആ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. യേശുവിന് നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റും, യേശുവിന് കുഞ്ഞിനെ ഉണ്ടാക്കി തരാൻ പറ്റും, നിങ്ങളെ യൂട്രസിന്റെ നിർജീവത്വം മാറ്റാൻ പറ്റുന്നു, കർത്താവിന് പറ്റുന്നു പറയാൻ പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേച്ചിയെ വിളിച്ചതെന്ന് പറഞ്ഞു. 19 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ലേഡിയായിരുന്നു. അപ്പൊ അവർക്ക് ഒരു പ്രതീക്ഷയില്ല, കുഞ്ഞുണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അവർ പറഞ്ഞു, ഷൈനി നെക്സ്റ്റ് ടൈം ദുബായിൽ നിന്ന് വരുമ്പോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ഞാൻ വന്നിരുന്ന് നീ പറയുന്നത്, എനിക്ക് ഒരുപാട് കാര്യം അച്ഛനോട് പറയാനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ സമയമില്ലാതെ ആയിപ്പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് പറയേണ്ട ഒരു അന്തരീക്ഷം അവിടെ ഇല്ലായിരുന്നു. അപ്പൊ പറഞ്ഞു, നെക്സ്റ്റ് ടൈം വരുമ്പോ ഞാൻ എന്തായാലും സമയത്തോട് വരും, ഞാൻ കേൾക്കാം, നീ എന്താ പറയുന്നത് എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിക്കുക, എങ്ങനെയാ പ്രാർത്ഥിക്കണം, ഞാൻ യേശുവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. കർത്താവേ ഉദരത്തെ തൊടണമേ. റോമൻസ് 4:17 മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനുമായ എൻ്റെ ദൈവമേ ഈ ചേച്ചിയെ തിരുക്കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമെന്ന് അന്ന് പ്രാർത്ഥിക്കാനിടയായി. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഇവിടെ വന്നു. ഫസ്റ്റ് മന്ത് അല്ല, സെക്കൻഡ് മന്ത് ആയ സമയത്ത് ഈ ചേച്ചി ഉണ്ട് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു. അമ്മ അതിന്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് ആളവിടെ കാണുന്നുവല്ലോ, ഇന്ന് സ്കൂൾ ഡേ ആണല്ലോ, വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അമ്മ സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞു,
അവൾ അവിടെ തന്നെ ഉണ്ടല്ലോ, എന്ത് പറ്റി, ഇനിയിപ്പോ എന്ത് റെസ്റ്റ് എടുക്കാൻ അങ്ങ് വന്നതാണോ? അവരാണെങ്കിലും അവർക്ക് പറയത്തില്ല, പെട്ടെന്ന് പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും ഹോപ്പില്ലാത്തതാ. പക്ഷെ ആഫ്റ്റർ 1 month കഴിഞ്ഞതിന് ശേഷം അറിയാനിടയായി ആൾ പ്രഗ്നന്റ് ആണെന്നും ആ കുഞ്ഞിനിന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവം നല്ലൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. ആ കുഞ്ഞു ദൈവത്തിന്റെ മഹത്വം ആ വീട്ടിനകത്ത് കയറി 2 മാസം കൊണ്ട് സൽവർത്തമാനം കേൾക്കാനിടയായി. എന്തുകൊണ്ടാ? കർത്താവ് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞാൽ അത് കർത്താവ് നിവർത്തിക്കും. നമ്മുടെ അതരത്തെ ദൈവത്തിന് മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇല്ലേ, കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമ്മുടെ സാഹചര്യത്തെ നോക്കി നമ്മൾ കേസ് ചെയ്യരുത്. നമ്മൾ ശപിക്കുമ്പോൾ, ഒരു വ്യക്തിയെ ചീത്ത പറയുമ്പോൾ ആ വ്യക്തി കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് ആയി പോകുന്നത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താണെന്നറിയാവോ, നമുക്ക് അധികാരമുണ്ട്, നമ്മുടെ നാവിന് പവറുണ്ട്, ടങ്ങുണ്ട്. അത്തിയെ നോക്കി ശപിച്ചു കാണിച്ചത് എന്തിനാണെന്നറിയാവോ? യേശു അത് അങ്ങനെ സംഭവിക്കുന്നു നമുക്ക് മനസ്സിലാക്കി തരാനാ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നീ ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞ ആ കുഞ്ഞ് ഗുണം പിടിക്കത്തില്ല. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ അത് റിലീസ് ചെയ്തിരിക്കുക. ഒന്നും വേണ്ട, ഒരു സാധാരണ മാതാവിന്റെ വായിന്ന് പുറപ്പെടുന്ന സാധാരണ വാക്കിനും പോലും എന്തുണ്ട്, അതിന് ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ സാഹചര്യത്തെ നോക്കി കേസ് ചെയ്യരുത്, ശപിക്കരുത്, ദുഷിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. നമ്മൾ അധരത്തെ ബ്ലസ് അനുഗ്രഹത്തിന്റെ ഉറവയാക്കി മാറ്റണം. എല്ലാവരും പറഞ്ഞാട്ടെ, എന്റെ ആദരം ഇന്നു മുതൽ അനുഗ്രഹത്തിന്റെ ഉറവയായി തീരും, അനുഗ്രഹത്തിന്റെ ഉറവയായി തീരും. ഈ ഉറവ അനുഗ്രഹം ചെന്ന് എന്ത് ചെയ്യുമെന്നറിയാവോ? അവിടെ അത് സംഭവിക്കും. ഇത് ഒഴുകുന്നിടത്തൊക്കെ ജീവനുള്ള സസ്യങ്ങൾ മുളച്ചു വരും, ഫലമുള്ള വൃക്ഷങ്ങൾ മുളച്ചു വരും. നനവ് തട്ടുന്നിടത്തൊക്കെ ജീവൻ വ്യാപരിക്കും. ഈ ജീവന്റെ നദി നമ്മുടെ അതരത്തുനിന്ന് ഒഴുകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രഭാഷാജിയുടെ ജീവിതത്തിൽ, പ്രഭാഷാജി, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ പ്രിയ സിസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില നന്മകള് ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിച്ച്, ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. യേശുവിന്റെ നാമത്തില് റമന ശിഖിരി ഖലബല ബല ബല. പരിശുദ്ധ ദൈവമേ, ഷീജ സിബി, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ബ്ലസ് ഹെർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്നു മുതൽ കർത്താവ് ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ചെയ്യും. ചില പ്രാർത്ഥന വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യും. റമ കുഞ്ഞുങ്ങൾ ഉണ്ടോ എനിക്കറിയത്തില്ല, മക്കളെ കുറിച്ച് റമന ശിഖരി ഖലബല ബല 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 ബല. യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ പറയുന്നു, ചിൽഡ്രൻസ് ആർ ദ ഗിഫ്റ്റ് ഫ്രം ദ ഹെവൻ. സ്വർഗത്തിൽ നിനക്ക് തന്ന സമ്മാനമാണ് നിന്റെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ആവനാഴി നിറച്ച പുരുഷൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. പട്ടണവാതിക്കൽ നിൽക്കുമ്പോൾ പ്രശംസ വരത്തക്ക രീതിയിൽ ദൈവം പ്രിയ സിസ്റ്ററെ അനുഗ്രഹിക്കും. റമനാശി, അതുകൊണ്ട് ഇന്നു മുതൽ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രോമിസ് വേർഡ് അതരം കൊണ്ട് റിലീസ് ചെയ്യണം. ദൈവം ചില മേഖലയിൽ ഉപയോഗിക്കും. റമന ശിഖിരി ഖലബല ബല ബല. എനിക്കറിയത്തില്ല കുഞ്ഞുങ്ങൾ ഏത് ഏജ് ആണെന്ന് അറിയത്തില്ല. ആയിക്കോട്ടെ, ഏത് ഏജിലായിക്കോട്ടെ, കർത്താവ് കുഞ്ഞുങ്ങളെ മഹത്വീകരിക്കാൻ പോവുക. ഏത് പ്രായത്തിലായിക്കോട്ടെ, ദൈവം കുഞ്ഞുങ്ങളെ മഹത്വീകരിക്കാൻ പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹുറമന ശഖറല കറബബബ. ഓ ഓമന സിസ്റ്റർ, Omana sister, in the name of Jesus, I can see an angel in your home to deal something. റമനാശിക്ക് ഒരു ഏഞ്ചൽ വന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. സംതിങ് ഡീൽ ചെയ്യുന്നു. നിന്നെ കൊണ്ട് പറ്റാത്ത എന്തോ ഒരു കാര്യം ഏഞ്ചൽ വന്ന് ഡീൽ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. ഐ ഡോണ്ട് നോ വാട്ട് എവർ ദ ഹെവി ബർഡൻ ഇൻ യുവർ ഹോം, സംതിങ് എനിക്കറിയത്തില്ല, ബട്ട് ഇറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ ദ ഏഞ്ചൽസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഹുറാമാന ശിഖറല കറബബബ റീരര ബല 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 ശിഖരരലലലല. Prabhita John, in the name of Jesus, in the name of Jesus. I see some persons behind the medical field. Medical field il aarengil undo Prabhita John inde veetile. Thank you Jesus, thank you Lord, thank you Jesus,
താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ കുടുംബത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആരെങ്കിലും ഉണ്ടോ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്? മെഡിസിൻ, ഫാർമസി, മെഡിക്കൽ ഫീൽഡ്. റബാഷ കർത്താവ് പറയുന്നു മെഡിക്കൽ ഫീൽഡ്. അതെ ആന്റി, എന്റെ ചേച്ചി ഇപ്പൊ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. റമന ഷിക്കിരി കലബല റബബബ ഷിക്കറല കറബ റമന ഷിക്കറല കറബബബ. യേശുവിന്റെ നാമത്തിൽ പ്രിയ സിസ്റ്റർ ജീവിതത്തിലേക്ക് ദൈവം, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പ്രിയ സിസ്റ്റർ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ട്. ലോങ് ടേം പ്രയർ ദൈവം ബ്രേക്ക് ചെയ്ത് അവിടെ അത്ഭുതം ചെയ്യാൻ പോവാ. ഒരു ലോങ് ടേം പ്രയർ. ഐ ഡോണ്ട് നോ, യു ഷുഡ് പ്രേ ഫോർ ഹർ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രതിഭയുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ജോബ് റിലേറ്റഡ് സംതിങ് ഹി ഈസ് ഡൂയിങ്. ജോബ് റിലേറ്റഡ് സംതിങ്. എനിക്കറിയത്തില്ല, ഒരു മടുത്തുപോയ അവസ്ഥ കർത്താവ് എന്നെ കാണിക്കുന്നു. ഐ ഡോണ്ട് നോ വാട്ട് എവർ ദ കണ്ടീഷൻ, ബട്ട് ഒരു മടുത്തു പോയി എന്ന് തോന്നുന്നത്, ചിലപ്പോ എന്തിനാ മതി നിർത്താന്ന് വിചാരിച്ചിരിക്കുന്ന പല സ്ഥലത്തുനിന്നും ദൈവം ഇനി ആരംഭമാക്കി മാറ്റാൻ പോവുക. ദൈവം ഇനി ബിഗിനിങ് ആക്കി മാറ്റാൻ പോവുക. പ്രതിഭ ജോൺ, യു ക്യാൻ സീ ദ മിറക്കിൾ ആൻഡ് വണ്ടേഴ്സ് ഇൻ യുവർ ലൈഫ്. യു വിൽ പ്രേ ടു ദ ലോർഡ്. കർത്താവിൽ എന്ത് ചെയ്യണം? നീ വിചാരിക്കുന്നത് അധികമായി നീ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവം നിന്നെ വലിയ പ്രാർത്ഥനയുടെ അനോയിന്റിങ്ങിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോവുക. നീ ചില സ്വപ്നങ്ങൾ കാണും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് ജീവിതത്തിലേക്ക് നല്ല നല്ല സ്വപ്നങ്ങളെ കാണും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, പ്രിയ കുടുംബത്തിന്മേലുള്ള ദൈവ പദ്ധതിക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രിയ സിസ്റ്ററെ ഓർക്കുന്നു, ബീന അച്ചയ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന്റെ വലിയ പദ്ധതി അപ്പ, തണ്ടിന്മേൽ കത്തിച്ച വിളക്ക് പോലെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ചില പ്രത്യേക ഇടപെടൽ പ്രിയ സിസ്റ്ററുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പൊ ഈ പോകുന്നത് പോലെയല്ല, ദൈവം ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക വിസ്ഡത്താൽ, ഒരു പ്രത്യേക നോളജിനാൽ ഇവിടെയുള്ള പല കുടുംബത്തെയും പണിതെടുക്കാനുള്ള ചില ഒരു മിനിസ്ട്രി ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യും. ചില കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളെ ബിൽഡ് ചെയ്യത്തക്ക രീതിയിൽ, അത് മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല, ആരൊക്കെയോ വന്നത് ചെയ്യത്തക്ക രീതിയിൽ ദൈവം ചില വാതിലുകൾ ഇതിനകത്ത് തുറക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതിനകത്ത് സംഭവിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ. മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ സ്ക്രീനിൽ കാണുന്നില്ല, പക്ഷെ എവിടെയാന്ന് അറിയത്തില്ല. ഞാൻ മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായി കാണുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടി ടയേർഡായിരിക്കുന്ന ഒരാളെ കർത്താവ് തൊടുന്നതായി കാണിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചില ആസ്മകൾ എന്നേക്കുമായി ഇല്ലാതെയായി പോകുന്നു. ആസ്മ രോഗത്തെ ദൈവം സൗഖ്യമാക്കുന്നു. ബ്ലഡിലുള്ള കർത്താവ് തൈറോയിഡ്, യേശുവിന്റെ നാമത്തിൽ തൈറോയിഡിന്റെ ഇംബാലൻസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. രാജു എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് തൊടുന്നതായി കാണിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവരുടെ ജീവിതത്തിന്റെ കർത്താവ് ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ അവർ കാണുവാൻ ഇടവരും. എഴുതി വെക്കുന്ന ചില പ്രാർത്ഥനാ പോയിന്റുകൾ ദൈവം അവർക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുന്നതായി കാണിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം. സിസ്റ്റർ നോട്ട് ചെയ്ത് വെച്ച ഈ പേരുകളൊക്കെ അവരെല്ലാം സിസ്റ്റർ അടുത്തേക്ക് വരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം ചെയ്യാം. അറമന ഷിക്കിരി കലബല ബലബല. യേശുവിന്റെ അജയ് എന്ന് പറയുന്ന പ്രിയ ബ്രദറിന്റെ ജീവിതത്തിലെ ഗോഡ് വിൽ ഡു മിറക്കിൾ ആൻഡ് മിറക്കിൾ. ആഗായി പ്രവചനം 2:9 നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ. ആലയത്തിന്റെ മഹത്വം വർദ്ധിക്കാൻ പോവാ. ആലയത്തിന്റെ മഹത്വം വർദ്ധിക്കാൻ പോവാ. വിശ്വസിക്കണം. യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് God. The glory is increased day by day. increase ചെയ്യും. ഒത്തിരി പേരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യഹോവയുടെ തേജസ് ഒത്തിരി പേരെ ജീവിതത്തിലെ ചില കുടുക്കുകൾ നിങ്ങളെ വായിൽ നിന്ന് വരുന്ന ഒറ്റ വാക്കുകൊണ്ട് അത് മാറിപ്പോകത്തക്ക രീതിയിൽ ദൈവം ചിലത് നിങ്ങൾ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ തന്നെ ചിലർക്ക് ആശ്വാസം കിട്ടത്തക്ക രീതിയിൽ. ഐ ഡോണ്ട് നോ. റമന ഷിക്കിരി. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ബീന സിസ്റ്റർ
സിസ്റ്റർ ഹസ്ബൻഡ് ആണോ? റബഷിക്കിരി സോറി റഗർഷിക്കിരി. ദൈവ അത്ഭുതം ചെയ്യും. ഞാൻ അത് ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതകരമായത്. നിങ്ങൾ അടുത്തേക്ക് ആള് വന്നിരിക്കും. ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും എന്നറിയാവോ? അവരുടെ ജീവിതത്തിലെ കെട്ടുകളെ അഴിക്കത്തക്ക രീതിയിൽ, അധികം ഒന്നും പറയാതെ അത് ഒഴുകത്തക്ക രീതിയിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരു വലിയ അധികാരത്തെയും അഭിഷേകത്തെയും യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സമയം ഒത്തിരി അധികം എടുത്തു പോയി. ഞാൻ പ്രത്യേക ക്ഷമ ചോദിക്കുക. പരിശുദ്ധ പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. പ്ലീസ് ഡെഡിക്കേറ്റ് യുവർ ടങ് ടു ദ ഗോഡ്. പരിശുദ്ധാത്മാവിന്റെ പ്രീതി നിങ്ങളെ ജീവിതത്തിലേക്ക് വരേണ്ടതിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ഒരു ഡിവൈസ് ഓൺ ആണ്. റമനശിക്കിരി ഖലബല ബലബല. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത്ഭുതം അടയാളം. എന്റെ ടെസ്റ്റിമോണി പറയാൻ എനിക്ക് കുറച്ച് സമയമൊന്നും പോരാ. സോ അത് തൊട്ട് പോയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം. എഴുന്നേറ്റ് പോകത്തില്ല എന്ന് എനിക്കറിയാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. എന്റെ കുഞ്ഞിനെ കുറിച്ച് ഒരു പ്രവചനം ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യും? ഇംഗ്ലീഷുകാരുടെ കൂട്ടത്തിൽ പഠിക്കുന്നു. ഞങ്ങൾക്ക് ഇംഗ്ലീഷുകാരെ കൂട്ടത്തിൽ പഠിപ്പിക്കാനുള്ള സമ്പത്തൊന്നും ഞങ്ങളെ കയ്യിലില്ല. അതിനുള്ള ഒരു പ്രൊവിഷൻസ് ഞങ്ങളെ കയ്യില്ല. അത് കൂടാതെ ഇല്ലേ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവനെ നാട്ടിൽ പോയി ഒരു നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമേ ഉള്ളൂ. അങ്ങനെ സെറ്റ് ചെയ്യാനോ സ്വപ്നം കാണാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ ഈ ദുബായിലേക്ക് ഇപ്പം മോന് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വന്ന് 11, 12 ഞങ്ങൾ ഇവിടെ കർത്താവ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചതാ. ഞങ്ങൾ നാട്ടിലായിരുന്നു കോവിഡിന്റെ ടൈമിൽ. ഇങ്ങോട്ടേക്ക് അയച്ചു. ഇവിടെ വന്നപ്പോ വലിയൊരു ദേവദാസന്റെ പ്രൊഫസി അവന്റെ മേലേക്ക് വന്നു. നീ എന്ത് ചെയ്യും? US പോയി പഠിക്കുന്നു പറഞ്ഞു. ഒരിക്കലും അത് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അത് ഞാൻ എഴുതി വെച്ചു, വരച്ചു വെച്ചു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അസാധ്യമായ കാര്യമാ. ഞാൻ പറഞ്ഞു, പച്ചവെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പരിവർത്തിച്ച സമയത്ത് അത് എന്ത് ചെയ്തു? അത് ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്തു? വീഞ്ഞായി മാറി. അതുപോലെ എനിക്കൊരു ബുക്കുണ്ട്. ആ ബുക്കിന്മേൽ ഇത് എഴുതി വെച്ചു, വരച്ചു വെച്ചു. ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും? യേശുവിന്റെ പരിശുദ്ധ പ്രോമിസസ് ഫുൾഫിൽ ചെയ്യുന്നത് ദൂതന്മാരുമാണ്, പരിശുദ്ധാത്മാവാണ്. അല്ലെ? ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രോമിസ് വന്ന അത് നമുക്ക് ഫുൾഫിൽ ചെയ്ത് തരുന്ന ആരാ? ഏഞ്ചൽസിനെ വിടും. പിന്നെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് അത് പ്രവർത്തിക്കും. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാതെ നമ്മളെ ജീവിതത്തിൽ പ്രോമിസസ് ഫുൾഫിൽ ചെയ്യത്തില്ല. അതിന്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കഴിവ് നോക്കിയാൽ അത് നടക്കത്തില്ല. അത്ഭുതം എന്ന് പറയട്ടെ, അവന്റെ +2 പരീക്ഷ കഴിഞ്ഞു ഞാൻ നാട്ടിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അപ്ലൈ ചെയ്തു. ഇവിടെ UI ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. എന്താ പറയാ, അവനെ കുറിച്ച് പ്രവചനം വന്നു. അവന് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് പ്രവചനം വന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രവചനമുണ്ട്, നീ ഏതെങ്കിലും ഒരു US യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ച്. അപ്പോഴത്തേക്ക് US എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉള്ള കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുത്ത് അതെല്ലാം സെലക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഓൾ ദ യൂണിവേഴ്സിറ്റി ഫിനിഷ്. ഒരു സ്ഥലത്തുള്ള ഒത്തിരി ലേറ്റ് ആയിരുന്നു ഞങ്ങള്. പക്ഷെ ഒരു ഏഞ്ചൽ എന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നു. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ദൂതനായി എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. എൻ്റെ അടുത്ത സുഹൃത്ത് ഒരു ഏഞ്ചലിനെ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് വരുവാൻ തുടങ്ങി. അവൾ എന്നോട് പറഞ്ഞു, ഷൈനി നീ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കണം. ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ കേട്ടതാ, അറിഞ്ഞതാ, ഒക്കെ അന്വേഷിച്ചതാ. പക്ഷെ എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാനത് വിട്ടു. പക്ഷെ ഒരു ദൂതനെ പോലെ ദൈവം ഒരാളെ അയച്ചാലില്ലേ, നമുക്ക് എത്ര ചിന്തിച്ചിട്ട് പറ്റാത്തത് എന്ന് പറയുന്ന കാര്യത്തെ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. അന്ന് അവള് പറഞ്ഞു, കിട്ടിയിട്ടില്ലേ നീ പോണ്ട, നിനക്ക് പറ്റിയിട്ടില്ലേ നീ പോണ്ട, നീ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് വിട്. അവിടെ വലിയ ഫിനാൻഷ്യലി സ്കോളർഷിപ്പുകൾ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഓറൽ റോബർട്ട് എന്ന് പറയുന്നത് ലോകത്തെ കുലുക്കിയ ഒരു ദേവദാസനെ പലരും കേട്ടിട്ടുണ്ടാവും. ഓറൽ റോബർട്ടിനെ പറ്റി ഇന്ന് കാണുന്ന ബെന്നി ഹീൻ ഇതുപോലത്തെ വലിയ ദേവദാസന്മാരൊക്കെ ആ ദേവദാസന്റെ കൈവപ്പില അത്ഭുതവും അടയാളവും ഒക്കെ നടന്നു. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയ ഓറൽ റോബർട്ട് ലോകത്തെ കുലുക്കിയ ഒരു ദേവദാസനായിരുന്നു. ആ ദേവദാസന്റെ യൂണിവേഴ്സിറ്റി ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനിടയായി. മോന്റെ 12th എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുക, പഠിക്കേണ്ട തിരക്ക. അതിനിടയ്ക്ക് ഒരു ദിവസം പോലും അവന് ഗ്യാപ്പില്ല. ആ സമയത്താണ് ഈ യൂണിവേഴ്സിറ്റിന്റെ എല്ലാ എൻക്വയറീസും വരുന്നത്. അതിന് കുറെ essays പ്രിപ്പയർ ചെയ്യണം, അതിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അവൻ പറഞ്ഞ, അമ്മ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, എന്റെ എക്സാമിനേഷൻ ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഈ യൂണിവേഴ്സിറ്റിന്റെ കാര്യം എങ്ങനെ ചെയ്യും? ഞാൻ എന്ത് ചെയ്തു? കർത്താവിന്റെ കരുത്തിലേക്ക് യഹോവ ഈരേ
ഈരെ, യഹോവ. അവനൊന്നും ചെയ്യുമ്പോൾ നീ ചെയ്തോന്നും പറഞ്ഞില്ല, ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല. യഹോവ ഈരെ, യഹോവ നിനക്ക് തന്നിട്ടില്ല, അത് കരുതിക്കൊള്ളുന്നു പറയാനിടയായി. അങ്ങനെ അവന് എന്ത് ചെയ്തു, അപ്ലിക്കേഷൻ ഇട്ടപ്പോൾ 50% സ്കോളർഷിപ്പ് ഫസ്റ്റ് അപ്ലിക്കേഷനിൽ തന്നെ അവന് കിട്ടാനിടയായി. റമന ഷിക്കിരി കലബല ബലബല. അതിനുശേഷം ഞങ്ങൾ വിസ ഇടണോന്ന് നോക്കിയ സമയത്ത് യുദ്ധം വന്നു. വാറ് വന്നിട്ടില്ലായിരുന്നു കഴിഞ്ഞ വർഷം? വാറ് വന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഈ ഇന്ത്യൻസിനെ ഒന്നും അമേരിക്കയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ എല്ലാ വിസയും ക്ലോസ് ആയി. ഒരാൾക്ക് പോലും അപ്ലിക്കേഷൻ ഇട്ട് 1 മാസമായിട്ട് ഒരു ഇന്റർവ്യൂ പോലും വിസയ്ക്ക് വേണ്ടി വിളിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ IELTS പാസ്സാണ്, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ഇല്ലേ, അത് പാസ്സാണ്. ഇവിടുന്ന് US-ലേക്കൊക്കെ ഒരാൾ പോകുന്നത്. എൻ്റെ മോൻ IELTS ഒന്നും കഴിഞ്ഞിട്ടില്ല, അതിന്റെ ടെസ്റ്റ് എഴുതിയിട്ടില്ല, ലാംഗ്വേജ് ടെസ്റ്റ് ഇല്ല, വലിയ പൈസ കൊടുക്കണം ഇവിടുന്ന് IELTS-ന്റെ കോച്ചിങ് ഇതാക്കാൻ. ഒന്നും അവൻ ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു നീ കൊടുത്തിടെന്ന് പറഞ്ഞു. അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 1 മാസം 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. ഒരു ദിവസം വിസയുടെ ആപ്ലിക്കേഷൻ വന്നു. ഇവന് പേടിച്ചോണ്ടാ പോകുന്ന, IELTS-ന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നും എന്റെ കയ്യിലില്ല. ഇവൻ അവിടെ ചെന്നതിന് ശേഷം വിസ അവർ ചോദിച്ചു ഏത് യൂണിവേഴ്സിറ്റിയിലാ പോകുന്നത് ചോദിച്ചു. അവൻ പറഞ്ഞു ഓറൽ റോബർട്ട് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാ. എന്തുകൊണ്ടാ നീ ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ കാരണം? അവർ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. കാരണം ചോദിച്ചു, ദിസ് ഈസ് എ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി, ഐ ലവ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയാനിടയായി. എനിക്ക് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി ഇഷ്ടമാണ്. അപ്പൊ തന്നെ അവര് ചോദിക്കുവാണ് ഫാസ്റ്റ് യു ആർ ഹിന്ദു? അപ്പൊ പറഞ്ഞു യെസ്. ഇവരോട് എന്തൊക്കെയോ വെപ്രാളപ്പെട്ട് എന്തോ പറഞ്ഞു പോവാ, ഹിന്ദു അല്ലേ? പറഞ്ഞ ഹിന്ദുവാ. പിന്നെ വൈ യു ലൈക്ക് ക്രൈസ്റ്റ്? നീ ഹിന്ദുവായിട്ട് എന്താ ക്രിസ്ത്യൻ ഇതിലേക്ക് വിശ്വസിക്കുന്നത്? അപ്പൊ ഇവൻ തിരിച്ചു വരുവാണ്, അമ്മ എല്ലാം പോയി കേട്ടോ, കാരണം ഞാൻ ഹിന്ദുവാണ്, ഈ ക്രിസ്ത്യനാണോ? പല ഇതായിട്ടുള്ള മതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നില്ലേ, അതുകൊണ്ട് അവരെന്തായാലും എന്നെ ഇനി ഒരു കോൺട്രഡിക്ഷൻ കണ്ടുകൊണ്ട് ഡൗട്ട് ആയിട്ടുണ്ട് അവർക്ക്, ഞാൻ വല്ല തീവ്രവാദമാണോ അങ്ങനെ ഡൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ള ഹോപ്പും പോയി. എന്നോട് പിന്നെ ഒന്നും ചോദിച്ചില്ല, എല്ലാ കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എന്നോടൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അവനങ്ങനെ തിരിച്ചു വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് വരുന്നില്ല. 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ അവന്റെ വിസ സ്റ്റാമ്പ് ചെയ്തു. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, നീ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യേശു ദൈവം നിന്നെ അത്ഭുതകരമായി മാനിക്കുന്നു പറഞ്ഞു. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കർത്താവ് നിന്റെ തല ഉയർത്തുന്നു പറഞ്ഞു. അവന്റെ കൂട്ടത്തിലുള്ള ഒത്തിരി പേർക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ ഇവന്റെ വിസ മാത്രം സ്റ്റാമ്പ് ചെയ്ത് വരുവാനിടയായി. ഇവിടുന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടായിരുന്നു. അവന് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് സാധനം വാങ്ങിക്കാൻ ഒത്തിരി, ടിക്കറ്റിന് തന്നെ വലിയ എമൗണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടായി. അതിനുശേഷം ഞങ്ങളെ കയ്യിൽ കാശ് ആ സമയത്ത് ചെലവാക്കാൻ ഇല്ലായിരുന്നു. സത്യത്തിൽ ഞാൻ ആലോചിച്ചു, കർത്താവ് എങ്ങനെയാ ഞാൻ ഇങ്ങനെ അയക്കുന്നത്? പെട്ടെന്ന് ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞു ഒരു ടിജോ തോമസ് എന്ന് പറയുന്ന പ്രവാചകനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ പ്രവാചകൻ നേരിട്ട് എൻ്റെ അടുത്ത് പറയാനിടയായി, ഈ കുഞ്ഞിനെ നീ പഠിപ്പിക്കാൻ വിടുമ്പോ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പണത്തെക്കുറിച്ച് നീ വിചാരിക്കരുത്, അവന്റെ പുറകെ അത് വന്നോളെന്ന് പറഞ്ഞു. രണ്ടും കൽപ്പിച്ചു ഞങ്ങള്. അങ്ങനെയെങ്കിൽ കർത്താവ് അത് ചെയ്യുന്നു വിശ്വസിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം സുജിത്തന്റെ അക്കൗണ്ടിൽ 30,000 ദിറംസ് ക്രെഡിറ്റഡ് ആയി. 30,000 ദിറംസ്. അവന് വേണ്ട ചെലവ്, അവന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാലും എത്രയോ ബാലൻസ് വരത്തക്ക രീതിയിൽ അക്കൗണ്ടിലെ എമൗണ്ട് ക്രെഡിറ്റഡ് ആയി. എന്നോട് പറഞ്ഞ് മാറിപ്പോയതാന്ന് തോന്നുന്നു കമ്പനിക്ക്. ഓഫീസിൽ ചെന്ന് നോക്കുമ്പോൾ ആർക്കും പൈസ കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രം പൈസ കിട്ടി. ഞാൻ പറഞ്ഞു, ആ കമ്പനി തെറ്റാണെങ്കിൽ അവർ ഇൻഫോം ചെയ്യത്തില്ലേ? നോക്കുമ്പോ അവര് പറഞ്ഞു, ഓൺലി യു ഗിവിങ് ദ ബോണസ്. നിനക്ക് മാത്രം ഞാൻ എന്ത് ചെയ്യുക, ബോണസ് തന്നിരിക്കുക, നിനക്ക് അപ്രീസിയേഷന് വേണ്ടി നിനക്ക് തന്നിരിക്കുക. വർക്കിനെ അവർ ഇതാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നില്ല, ഫോർ എ സെലക്ടഡ് പേഴ്സണിന് മാത്രം അവർക്ക് കിട്ടിയ ഒരു പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ കമ്പനിയിലായാലും ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി കൊടുക്കുവാനിടയായി. ഒത്തിരി സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഓഫീസർ അത്ഭുതം ചെയ്തു. അവിടെ നിന്ന് ഞാൻ കുഞ്ഞിനെ കസ്റ്റംസിൽ ഇവിടുന്ന് പോകുന്ന സമയത്ത് കസ്റ്റംസിൽ എല്ലാവരും പാരന്റ്സ് കൂടി പോയിട്ടാ ഫസ്റ്റ് അവിടെ പോകാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവിടുക. അമേരിക്കയിലേക്ക് പോകുമ്പോൾ ആര് ഇവനെ കൊണ്ടുപോകും, ആര് വന്ന് പിക്ക് ചെയ്യും, എവിടെ സ്റ്റേ ചെയ്യണം, ഒന്നും അറിയത്തില്ല, വഴി അറിയത്തില്ല. പക്ഷെ അതിന്റെ 1 വീക്ക് ബിഫോർ അവിടെ ഒരു ദൈവദാസനെ കർത്താവ് എനിക്ക് കണക്ട് ചെയ്ത് തന്നു. ഒരു സാക്ക് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, എൻ്റെ അച്ഛനെ പോലെ എനിക്ക് തോന്നി. ആ ഏജാ
യങ്ങായിട്ടുള്ള ആളുകൾ സാക്ക് എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ ഒരു ഇംഗ്ലീഷുകാരനാണല്ലോ. ഞാൻ ഇനി ആ പാസ്റ്റർ വിളിക്കാൻ, എനിക്കൊരു നമ്പർ തന്നു. ഈ സുഹൃത്ത് എനിക്ക് ജോ എന്ന് പറയുന്ന ഫ്രണ്ടാ, അവളെ എനിക്ക് നമ്പർ തരുക, സാക്ക് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ നമ്പർ കിട്ടിയിട്ടുണ്ട് ഷൈനി, നീ വിളിച്ചു നോക്കി. ഞാൻ വിളിച്ചു, അറിയാം. ഞാൻ പറഞ്ഞു എങ്ങനെ എനിക്ക് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. പറഞ്ഞു നോക്കുമ്പോ മലയാളി പാസ്റ്റർ, സാക്ക് എന്ന് പറയുന്ന പാസ്റ്റർ മലയാളിയാ. സിസ്റ്ററെ ഞാൻ മലയാളിയാണ്, എന്തോ സാത്വിക്കിന് ഓൾവേസ് വെൽക്കം, ഞങ്ങൾ പോയി പിക്ക് ചെയ്യും, സാത്വിക്ക് ഞങ്ങളെ സഭയിൽ വരണം, ഞങ്ങൾ കുഞ്ഞിനെ നോക്കും, സിസ്റ്റർ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട, ടിക്കറ്റ് എടുത്ത് വിട്ടാൽ മാത്രം മതി, എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഞാനും എൻ്റെ വൈഫും ഉണ്ടാവും കുഞ്ഞിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയും. കുഞ്ഞ് അവിടെ ഇറങ്ങുമ്പോൾ ഇവർ ബൊക്കയും ഫ്ലെയറൊക്കെ വിളിച്ച് സാത്വിക്ക് എന്ന് പറഞ്ഞ പ്ലക്കാർഡും പിടിച്ച് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയി ഹോസ്റ്റലിലേക്ക് ആക്കുവാനിടയായി. ഇത്ര വലിയ ദൈവമാ. ഇവിടെ നിന്ന് കസ്റ്റംസിലേക്ക് വരുമ്പോൾ എന്നോട് ചോദിച്ചു, സിസ്റ്ററും വരുന്നുണ്ടോ കുഞ്ഞിന്റെ കൂടെ? ഞാൻ പറഞ്ഞ ആരും ഇല്ല, കുഞ്ഞിനെ തന്നെ എവിടുന്ന്. ഡോണ്ട് വറി, പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. പോകുന്ന യാത്രയിൽ ഒരു ദിവസം മുഴുവൻ ഫ്ലൈറ്റിൽ ഇരിക്കണം. ഈ ഓരോ പ്രാവശ്യവും ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ UAE നിന്ന് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ടേക്ക് ഓഫിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും അവൻ ആ ലാൻഡിങ്ങും പോകുന്ന യാത്രയിൽ പ്ലെയിനിൽ എന്തെങ്കിലും ഒരു ക്രാഷ്, അമ്മ എന്ന് പറഞ്ഞ എന്നെ നോക്കുന്ന ആളാ. 24 hours, ഒരു ദിവസം മുഴുവൻ ഫ്ലൈറ്റിൽ ട്രാവൽ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ കുഞ്ഞിന് പേടിക്കൊന്നുണ്ടാവരുതേ, ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ചില ഇത് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ കാണുമ്പോൾ കുഞ്ഞിന് പേടിക്കരുതേ, ഒറ്റയ്ക്ക് ഇതുവരെ UAE വളർന്ന കുട്ടികളാ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടുന്ന് കസ്റ്റംസിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, മോനെ പാസ്പോർട്ട് ഇതൊക്കെ സൂക്ഷിക്കണേ, എന്ത് വെച്ചാലും പകുതി കിട്ടേച്ച് പോകുന്ന ആളാ ദൈവം. അവിടെ നിന്നപ്പോ കസ്റ്റംസിന്റെ അടുത്ത് വന്നപ്പോ അത് ക്ലിയർ ചെയ്യല് വലിയൊരു പ്രശ്നമാണ്. അവിടുന്ന് എത്രയോ പേര് റിജക്റ്റഡ് ആയിട്ട് തിരിച്ചു വരുന്നത് എയർപോർട്ടിലുള്ളവർ ഞങ്ങളോട് പറയാനിടയെ. എന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് എയർപോർട്ടിലുള്ള സ്റ്റാഫ് ഞങ്ങളോട്, നിങ്ങൾ പേടിക്കണ്ട, അത് ടെൻഷനൊന്നും അടിക്കണ്ട. സുധേടൻ ചെന്ന് ചോദിച്ചതാ, എന്തെങ്കിലും കസ്റ്റംസിൽ പ്രശ്നം ഉണ്ടാവും? പ്രശ്നങ്ങൾ പേടിക്കാനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിയാവാൻ തുടങ്ങത്തില്ല. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ എന്തോ സംതിങ് ഉണ്ടോ എന്ന് തോന്നാനിടയായത്. അവിടെ പോയ സമയത്ത് അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞിനോട് പറഞ്ഞു, ലഗേജ് എടുത്തു വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, ഈ ലഗേജിന് മേലെ ദൈവത്തിന്റെ ഒരു ദൂതൻ ഇരിക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു മോനെ. ലഗേജിന്റെ മേലെ ദൈവത്തിന്റെ ദൂതൻ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. ഇതിന്റെ അകത്തൊന്നും ഒരു സാധനം നിനക്ക് വേണ്ടത് എടുത്തു മാറ്റുവാനോ റീപാക്ക് ചെയ്യാനോ വരത്തില്ല. നിന്റെ പേപ്പർ എല്ലാം ക്ലിയർ എന്ന് അവിടെ ചെന്ന് പറയൂ. ഇത് കൽപ്പിച്ച് വായി കൊണ്ട് റിലീസ് ചെയ്ത് എന്നോട് പറഞ്ഞു, നീ കരയോ പിടിക്കുകയോ ഒന്നും ചെയ്യേണ്ട, സന്തോഷിച്ച് അവനെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുക. ഞങ്ങൾ ആരും കരയുന്നില്ല, കരയരുതെന്ന് തീരുമാനിച്ചതാ. എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കസ്റ്റംസിനോട് ചോദിച്ചപ്പോ പേടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോ തന്നെ ഹസ്ബൻഡ് എന്തെങ്കിലും പേടിക്കാനുണ്ടോ അവിടെ ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങി. എന്നാൽ കസ്റ്റംസിലെ US-ന്റെ ഓഫീസേഴ്സ് ആണ്, കസ്റ്റംസിലെ പോലീസ് ഓഫീസേഴ്സോ അവിടെ ഉണ്ടാവുക. പെട്ടെന്ന് ഇവന്റെ വിസയില് ഓറൽ റോബോട്ട് യൂണിവേഴ്സിറ്റി എന്ന് കണ്ടപ്പോ അവനോട് ചോദിച്ചു, നീ ഓറൽ റോബോട്ട് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കാൻ പോകുന്നത് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നീ ഓറൽ റോബോട്ട് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തത്? സെയിം വേർഡ് വിസയിൽ ചോദിച്ച അതേ വേർഡ് അവിടെയും ചോദിക്കാനിടയെ. എന്തുകൊണ്ടാണ് നീ ഓറൽ റോബോട്ട് യൂണിവേഴ്സിറ്റി പഠിക്കാൻ? അവൻ പറഞ്ഞു, എനിക്ക് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി ഭയങ്കര ഇഷ്ടമാണ്. ഈ കസ്റ്റംസ് ഓഫീസർ പറയും, എൻ്റെ മോള് ഓറൽ റോബോട്ട് യൂണിവേഴ്സിറ്റിയിലെ വർഷിപ്പ് ടീമിലെ ഗിറ്റാർ വായിക്കുന്ന കൊച്ചാന്ന് പറഞ്ഞു. എന്നിട്ടില്ലേ ആ കസ്റ്റംസ് ഓഫീസർ യേശുവിന്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞിനെ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച അവന് US-ലേക്ക് കയറുന്നത്. ഞാൻ പറഞ്ഞു, ഇതിലും വലിയൊരു അടയാളം എനിക്ക് എന്താ വേണ്ടത്? എൻ്റെ കുഞ്ഞിനെ കർത്താവ് അയച്ചത് എന്നുള്ളതിൽ ഇതിലും വലിയ അടയാളം എനിക്ക് ആവശ്യമേ ഇല്ല. അവൻ ഇന്ന് അവിടെ പഠിക്കുന്നു. താങ്ക് യു ലോർഡ്. US-ൽ പഠിക്കുന്നു. ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾക്കൊന്നുമില്ല. ആ ഫീസ് കൊടുക്കാൻ ഞങ്ങളെ കയ്യിൽ ചിന്തിച്ചാൽ ഞങ്ങൾക്ക് പറ്റത്തേയില്ല. കോടികൾ എക്സ്പെൻസ് വരുന്ന സാധനത്തെ എൻ്റെ യഹോവ നിർവഹിച്ചെടുക്കുന്നത് ഞാൻ കാണുവാനിടയായി. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാ. ദൈവത്തിന് ഒരു കാര്യം മാത്രമേ നമ്മളെ ജീവിതത്തിൽ വേണ്ടൂ, എൻ്റെ ഈ ആധാരം. അനീതി ലോകവുമായി കണക്ട് ചെയ്യുന്ന അധരത്തെ ആ ലോകവുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്യണം, മുറിക്കണം. സിസർ വെച്ച് മുറിക്കുന്നത് പോലെ അനീതി ലോകവുമായിട്ടുള്ള നമ്മുടെ അധരത്തിന്റെ ബന്ധത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കണക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാവോ? സ്വർഗവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യിപ്പിക്കണം. സ്വർഗത്തിൽ ഹെവനിലുള്ളത് റിലീസ് ചെയ്യിക്കണം. ഹെവനിലുള്ളത് നമ്മുടെ ഭൂമിയിലേക്ക് റിലീസ് ചെയ്യിക്കണം. ഇന്ന് മുതൽ സൗഖ്യമുണ്ടാകാ എന്ന് പറഞ്ഞാൽ സൗഖ്യമുണ്ടാകണം. ജീവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടാകണം.
അനുഭവിച്ചത് അനുഭവത്തിൽ നിന്നാ ഞാൻ പറയുന്നുള്ളൂ. ഒരാൾ കേട്ടത് ഞാൻ പറയുന്നില്ല, അനുഭവത്തിൽ നിന്നാ ഞാൻ പറയുന്നത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചമുണ്ടാകും. കർത്താവെ, അങ്ങ് അത് ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുവാനിട വരട്ടെ. ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലവ് യു ജീസസ്.